അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിന് ആമുഖം നൽകിയ ഷാനിഫ് ബാക്കവി, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഞാൻ ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുട്ടികളുമായിട്ടൊരു ഇൻറ്ററാക്ഷന് ശേഷം രണ്ടാമത്തെ ഒരു സെഷനാണ്. പക്ഷെ അങ്ങനെ ഒരു ക്ഷീണമൊന്നും എന്നെ കാണുമ്പോൾ തോന്നുന്നില്ലല്ലോ, അല്ലേ? ഉണ്ടോ? പക്ഷെ നിങ്ങൾ പലരും ക്ഷീണിതരാണ്. കഠിനമായി ജോലി ചെയ്ത് ഇങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ചും എനിക്കിഷ്ടമുള്ള പണിയാണ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുക എന്നുള്ള എനിക്കിഷ്ടമുള്ള പണിയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള പണിയല്ല. ലോകത്ത് മറ്റൊരാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ത്യാഗമാണ്. കേൾക്കാനാണ് ആളുകൾ വളരെ കുറവ്. കേൾക്കാൻ ആളുകൾ എത്രത്തോളം കുറയുന്നുവോ അതിനനുസരിച്ച് നമ്മളെ ലൈഫിൻ്റെ ബാലൻസ് തെറ്റുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകത്തിൽ മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്നിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകം, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിൽ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ ഭാര്യ അപ്പുറത്തുണ്ടോ? ഉള്ളവരൊന്ന് കൈവെക്കാവോ? ഓക്കെ, അപ്പോൾ പറയാം, ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ പുസ്തകത്തിൽ രാത്രി വീട്ടിലേക്ക് കയറി വരുന്ന ഹസ്ബൻഡിനോട് വൈഫ്, ഞാൻ എൻ്റെ ചില ഫാമിലി ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട്, എൻ്റെ നടുവേദനിച്ചു, മുതുക് ഉളുക്കി, കൈ ആകെ തളർന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ ഹസ്ബൻഡിനോട് വൈഫ് പറയാണ്, മോട്ടർ കേടായി. അപ്പോൾ മോട്ടർ കേടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മോട്ടർ കേടായി എന്ന് പറയുമ്പം ബോധമുള്ള ഹസ്ബൻഡ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഉടൻ മൊബൈൽ എടുത്തിട്ട് പ്ലംബറെ വിളിക്കുകയാണ് രാത്രി തന്നെ. വൈഫിനോട് അത്രയും ഇഷ്ടമുള്ള ഹസ്ബൻഡാകാൻ വേണ്ടി പ്ലംബറെ വിളിക്കുകയാണ്. പ്ലംബർ വിളിക്കുക എന്ന് പറയുന്നിടത്ത് ഈ കഥ എത്തുമ്പം എഴുത്തുകാരൻ പറയുന്നു, വെയിറ്റ്, നിങ്ങളെ വൈഫിന് ഇപ്പോൾ വേണ്ടത് പ്ലംബറല്ല. വൈഫിന് ഇപ്പോൾ വേണ്ടത് എൻ്റെ നടുവുളുക്കി, കൈവേദനയായി, മുതുക് വേദനയായി എന്ന് പറയുമ്പം ആഹാ ആണോ അതെയോ എന്ന് ചോദിക്കുന്ന ഒരാളെയാണ്. പ്ലംബർ നാളെ രാവിലെ വന്നാലും എന്നാണ്. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ ഫാമിലി തെറാപ്പിയൊക്കെ ചെയ്യുമ്പം നമ്മുടെ മുന്നിലൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കപ്പിൾസിൻ്റെ വിഷയങ്ങൾ എപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ജസ്റ്റ് ലിസൺ. ഒന്നും പരിഹരിക്കാൻ ലോകത്ത് കഴിയില്ല, പക്ഷേ ജസ്റ്റ് ലിസൺ. ഒന്ന് കേൾക്കൂ. കുറേ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള ഭാരം കുറയും. മറ്റേയാൾ നമ്മളോട് എമ്പതറ്റിക്കലി ഇടപെടുന്നു എന്ന് തോന്നും. കുട്ടികൾക്കും വേണ്ടത് അതാണ്. കേൾക്കുന്ന ഒരു വാപ്പാനെ വേണം, കേൾക്കുന്ന ഒരു ഉമ്മാനെ വേണം. അപ്പം ഞാൻ ഇന്നത്തെ ഒരു സെഷൻ അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു അദാബിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, മറിച്ച് ഇച്ചിരി ഇൻട്രാക്റ്റീവായി. തങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇവിടെ ഒരു കോർഡ്ലെസ് മൈക്കുണ്ട്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതൊരു ലൈവാവും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് പ്രസംഗിച്ചു. മിസോറാമിലൊരു കുട്ടി കഴിഞ്ഞ ദിവസം ജനിച്ചു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പത്രത്തിൽ വായിച്ചിരുന്നോ? അതറിയില്ലേ? മിസോറാമിലൊരു കുട്ടി ജനിച്ച വിഷയം അറിയില്ലേ? എൻ്റെ മോളന്ന് മിസോറാമിൽ ഐസോളിൽ ഇൻറ്റേൺഷിപ്പിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് പോയിട്ട് കാണണം. എന്തിനാണ് ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി എൻ്റെ കുട്ടിയോട് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, 2025 ലോകത്തിൽ ആദ്യത്തെ ബീറ്റ ബേബി ജനിച്ചു. വലിയ അത്ഭുതമാണ് അല്ലേ? എന്താ ബീറ്റ ബേബി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ ഏത് വേർഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. 1971 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റെ വയസ്സ് നിങ്ങൾക്ക് തിരിഞ്ഞു. അപ്പോൾ 71 മുതൽ 85 വരെ ഞാൻ നിൽക്കുന്നത് എക്സ് ജനറേഷനിലാണ്. എക്സ് ജനറേഷനിലുള്ള ആൽഫ ജനറേഷനിലുള്ള 2012 ശേഷം ജനിച്ച എൻ്റെ മോളോട് ഞാൻ സംസാരിക്കുക. കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ കുട്ടി പറഞ്ഞു, മദ്രസയിൽ 10 വയസ്സുള്ള മദ്രസയിൽ 5ാം ക്ലാസ് പഠിക്കുന്ന മോള് പറഞ്ഞു, വാപ്പാക്കറിയോ ഞാൻ ഏത് ജനറേഷനാണെന്ന്? എനിക്കെന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ഞാനെന്താ ചെയ്യുക? കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പിലുള്ള കുട്ടികളോട് സംസാരിക്കാൻ പോലും വയ്യാത്ത പാരൻസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ശരിക്കും അത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകർ ഏറ്റവും നന്നായി പാരൻറ്റിങ് പഠിപ്പിച്ചിട്ടുണ്ട്.
പ്രവാചകരുടെ ഒരു വചനം ഞാൻ അടുത്ത കാലത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ലിൽ ജന്നത്തി ബാബുൻ യുഖാലു ലഹു അൽ ഫറഹ്. സ്വർഗത്തിൽ ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിൻ്റെ പേര് അൽ ഫറഹ് എന്നാണ്. അൽ ഫറഹ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറഞ്ഞിട്ടൊരു ഗേറ്റ് സ്വർഗത്തിനുണ്ട്. ലാ യദ്ഖുലു ഫീഹാ ഇല്ലാ മൻ ഫരിഹ സുബിയാൻ. അതിലൂടെ ആര് കടക്കൂല? ഇല്ലാമൻ ഫരിഹ സുബിയാൻ. കുട്ടികളെ ഹാപ്പിയാക്കിയവരല്ലാതെ കടക്കൂല. അപ്പം മക്കളെ ഹാപ്പിയാക്കുന്ന പാരൻസിന്, മക്കളെ ഹാപ്പിയാക്കുന്ന അധ്യാപകന്, മക്കളെ ഹാപ്പിയാക്കുന്ന ഗ്രാൻഡ് പാക്കൊക്കെ കടക്കാൻ അള്ളാഹ് ഉണ്ടാക്കി വെച്ചൊരു ഗേറ്റുണ്ട്. ആ ഗേറ്റിലൂടെ കടക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് കുഞ്ഞിനെ ഹാപ്പി ആക്കിയിട്ട് നന്നാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം നമ്മൾ അതിൻ്റെ ചില മെത്തേഡ്സുകളാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും തങ്ങൾ പറഞ്ഞ പോലെ കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കളിക്കാനൊക്കെ വിടണം. എന്നിട്ട് ഏറ്റവും നല്ല ഒരു വർക്ക്ഷോപ്പായിട്ട് അത് മാറണം. ഞാൻ നിരന്തരമായി നമ്മളെ ഭാരവാഹികളോടൊക്കെ പറഞ്ഞതിനായിരുന്നു, ഇത് നല്ലൊരു വർക്ക്ഷോപ്പാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. വരുന്നവർക്ക് അതിൻ്റെ ഉപകാരം സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനം ചെയ്തിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ നിങ്ങളെ ഒരു ഉറക്കമൊക്കെ ഒന്ന് മാറ്റി നിങ്ങളൊന്ന് അലേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ഒരു പേജിൽ കുറച്ച് എഴുതാനുള്ളതും കുറച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യാന്നുള്ള നിലക്കാണ്. അതിൽ ഒരു പേപ്പർ സ്ലിപ്പും ഒരു പേപ്പർ മാത്രം പറിച്ചെടുക്കും. കറക്റ്റായിട്ട് പറിക്കണേ. ഒരു കറക്റ്റ് പേജ് കിട്ടണം. പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ടാവും. അതിന് ചിലർക്കത് ഒറ്റ വലിക്കാൻ തോന്നും, ചിലർക്ക് സ്കെയിൽ വെക്കണമെന്ന് തോന്നും, ചിലർക്ക് വേറെ മറ്റേയാളെന്താ ചെയ്യുന്നതെന്ന്, ചിലരിങ്ങനെ കാത്തു വെക്കും ഒന്നും ചെയ്യാണ്ട്. അതാകണ്ടോ ഇവർ കാത്തു വെക്കുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എന്നിട്ട് ആ ഒരു ഷീറ്റ് പേപ്പർ എനിക്കിങ്ങനെ ഉയർത്തി കാണിക്കാവോ? ഓക്കെ എവരിബഡി എല്ലാവരും ഓക്കെ വേഗം ചെയ്യേ. ഓക്കെ ഉയർത്തി കാണിച്ചു. റൈറ്റ്. ഇനി ഞാൻ പറയുന്ന പോലെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങോട്ടൊന്നും ചോദിച്ചാൽ കേൾക്കാത്ത ഒരു അധ്യാപകനാന്ന് വിചാരിച്ചു. അങ്ങനത്തെ അധ്യാപകരെ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങോട്ട് ചോദിച്ചൊന്നും അങ്ങനത്തെ അധ്യാപകരിൽ നിന്ന് പിള്ളേർ ഇറങ്ങി ഓടും. ഇന്നത്തെ ക്ലാസ് മുറിയുടെ പ്രത്യേകത തന്നെ നമ്മൾ എന്താണ്, ഇന്നത്തെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്ലാസ് മുറികളാണ്. ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലാണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത് നടക്കില്ല. പിള്ളേർ എണീറ്റോടും എന്ന് പറയുന്ന കാര്യം ഡിജിറ്റൽ കാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അൽഫ ജനറേഷനിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ അടുത്ത് അധികം ഉണ്ടാവുക. ഇപ്പം 2025 വരെ, 2025 ശേഷം മിഞ്ഞാന്ന് ബീറ്റ ജനറേഷൻ കുട്ടി ജനിച്ചു. ഈ അൽഫ ജനറേഷനിലൊക്കെ ഉള്ള കുട്ടികളുടെ പ്രത്യേകത, അവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ദേ ആർ ഹൈലി ഡിജിറ്റൽ ആൻഡ് നോട്ട് ടെക്സ്റ്റുവൽ. അവർ ഡിജിറ്റലാണ്, ടെക്സ്റ്റുവൽ അല്ല. ടെക്സ്റ്റ് ബുക്ക്, നോട്ട്, എഴുത്ത് എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് വീണ്ടും എന്താണ്, ലോഡഡ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റ്. അപ്പോൾ അവർക്ക് ഭയങ്കര ബോറടിക്കും. കോവിഡിന് ശേഷം ഉണ്ടായ കുട്ടികളുടെ പ്രത്യേകത അതാണ്, അവർ കുറച്ചുകൂടി വിഷ്വലായി ഡിജിറ്റലായി. ആൻഡ് നിങ്ങളൊരു ടേം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ റൊമാനിയയിലൊക്കെ അതിനെക്കുറിച്ചുള്ള ചില ഗവേഷണങ്ങൾ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ ചെയ്തത്. വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നൊരു അസുഖം കുട്ടികൾക്ക് വരാം. ആ കടലാസിൽ നിങ്ങളൊന്നും എഴുതല്ലേ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചില സംഗതികൾ പറഞ്ഞു പോകുന്നതാണ്. കടലാസ് ഒരു ആക്ടിവിറ്റിക്കുള്ളതാണ്. വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു അസുഖം കുട്ടികളിൽ കോവിഡിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയോ, കൂടുതൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്ത കുട്ടികൾ എഴുത്ത്, വായന എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്നു. എഴുത്തിലൊക്കെ വീക്ക്നെസ് വരും. ഇപ്പം നിങ്ങൾ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഒക്കെ അറിയാം, അധ്യാപകർക്കൊക്കെ അറിയാം. മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, ആൻസർ ഫിനിഷ് ചെയ്യാണ്ട് എണീറ്റ് പോകുന്നുണ്ട് പലയിടത്തും. നിങ്ങൾ കോവിഡിന് ശേഷം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ആൻസർ ഫിനിഷ് ചെയ്യാതെ കുട്ടികൾ എണീറ്റ് പോവുക. സെക്കൻഡ് തിങ്, ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇടുക, എഴുതാതെ കാലിയാക്കി വയ്ക്കുക. കാരണം എഴുത്ത്, വായന എന്ന് പറയുന്നതിനോട് കുട്ടികൾക്ക് എന്തോ നിലക്കുള്ളൊരു വിരക്തി ബൈ ബർത്ത് തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇമ്പോസ് ചെയ്യുന്നത് എഴുത്ത്, വായന എന്ന് പറയുന്ന കാര്യത്തിലേക്കായിരിക്കും. അപ്പോൾ കുട്ടികൾ ഒരുപക്ഷെ പൊട്ടിത്തെറി കാണിക്കും, സമ്മർദ്ദത്തിൽ അടിമപ്പെടും. നമ്മളും അവരും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതെ, നമ്മളും അവരും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? പിന്നെ സംഭവിക്കുന്നതാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞ കുരുത്തക്കേട്, അനുസരണക്കേട്,
എതിർപ്പ് കാണിക്കൽ, കുട്ടികൾ പ്രശ്നക്കാരാവുക എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ഉപ്പയും കുട്ടിയും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതെയാവുക, ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതാവുക. ബോണ്ടിന് വലിയൊരു പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിന് വലിയ പ്രാധാന്യം കൽപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് 0 to 7 ഇതെല്ലാം എഴുതാനുള്ളതാണ്. കടലാസ് അവിടെ നിന്നോട്ടെ, ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്തും എന്തെങ്കിലുമൊക്കെ വരണമല്ലോ ഈ പിടിക്കുന്നതിൽ. പിന്നെ 0 to 7 എന്ന് പറയുന്നൊരു ഏജിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ കുട്ടികളുടെ എല്ലാ പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്ന തലച്ചോറിൻ്റെ 80% വളർച്ചയും ഉണ്ടായി വരുന്ന ഒരു കാലം 0 to 7 ആണ്. അതുകൊണ്ട് തന്നെ 0 to 7 എന്ന് പറയുന്ന ഏജിനെ വിളിക്കുന്ന പേര് ഏജ് ഓഫ് ഇംപ്രിൻറ്റിങ് എന്നാണ്. ഏജ് ഓഫ് ഇംപ്രിൻറ്റിങ്. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്നും വാപ്പാൻ്റെ അടുത്തുനിന്നും 7 വയസ്സ് വരെ എനിക്ക് കിട്ടിയ പ്രിൻറ്റുകളുടെ ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്ലേ സ്കൂളുകൾ എടുക്കുമ്പം പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. വെറും ബുക്ക് പഠിപ്പിക്കുന്ന സ്കൂൾ, കണ്ടൻറ്റ് പഠിപ്പിക്കുന്ന സ്കൂൾ, ലോഡ് പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ അയക്കുന്നതിന് പകരം കുറച്ചുകൂടി കളിച്ച് കുട്ടികൾക്ക് വളരാനുള്ള ഇതൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാം. ഏജ് ഓഫ് ഇംപ്രിൻറ്റ്. കുട്ടി കള്ളനായി തീരുന്നത്, കുട്ടി പ്രശ്നക്കാരനായി തീരുന്നത്, കുട്ടി സങ്കടക്കാരനോ സങ്കടക്കാരിയോ ആയിത്തീരുന്നത്. അപ്പം ഞാൻ നേരത്തെ പല കുട്ടികളെയും കണ്ടപ്പോൾ ഇവിടെ വന്ന മദ്രസയിൽ നേരത്തെ എൻ്റെ സെഷൻ വന്ന കുട്ടികളിൽ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് നല്ല ഫോബിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്നൊക്കെ പറഞ്ഞൊരു പേടിയുള്ള കുറേ കുട്ടികളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ എൻ്റെ ഒരു ആക്ടിവിറ്റിയും വെറുതെ കൊടുത്തിരുന്നു ആസ് എ ഫസ്റ്റ് എയ്ഡ്. മിക്കവാറും ഈ സാധനം വരുന്നത് 0 to 7 ഉള്ളിൽ നിന്നായിരിക്കും. നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന പ്രിൻ്റുകളുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇത് നിർണായകമായൊരു ഘട്ടമാണ് 0 to 7. കള്ളത്തരം പഠിക്കുന്നത് ഒക്കെ ഈ പ്രായത്തിൻ്റെ ഉള്ളിലാണ് കുട്ടികൾ. നമ്മൾ അങ്ങനെ ഉപ്പയും ഉമ്മയും അറിയാണ്ട് അങ്ങനെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് 0 to 7 to 14 എന്ന് പറയുന്ന ഒരു ഏജിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്നൊക്കെ പഠിപ്പിച്ച നിസ്കാരത്തെക്കുറിച്ച് ഏജ് ഓഫ് മോഡലിംഗ് എന്ന് പറയുന്നൊരു പ്രായമാണ്. മോഡലുകൾ കാണണം. നിസ്കരിക്കുന്നതിൻ്റെ മോഡൽ കാണാം, ഓതുന്നതിൻ്റെ മോഡൽ കാണാം, നോമ്പ് നോക്കുന്നതിൻ്റെ മോഡൽ കാണാം, അയൽവാസികളോട് ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ മാതൃകകൾ കാണാം. അത് എവിടെ നിന്നാണ് കാണാൻ പറ്റുക? മദ്രസയിൽ കിട്ടൂല. മദ്രസയിൽ ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മദ്രസകൾ ഡാറ്റകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 മദ്രസയിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റയാണ്. എന്നാൽ ആ സമയത്തിന് നിസ്കരിപ്പിക്കുക എന്ന് പറയുന്ന മോഡൽ കിട്ടേണ്ട സ്ഥലം വീടാണ്. അമ്മ വാപ്പാനോടുള്ള പെരുമാറ്റം, വാപ്പ ഉമ്മാനുള്ള പെരുമാറ്റം, അമ്മമാനുള്ള പെരുമാറ്റം, അതിൻ്റെ മോഡലുകൾ കുട്ടികൾക്ക് കിട്ടും. സത്യസന്ധതയുടെ മോഡലുകൾ കുട്ടികൾക്ക് കിട്ടേണ്ട പ്രായം 7 to 14 ആണ്. അതൊരു പ്രധാനപ്പെട്ട കാരണം. ബിക്കോസ് 7 വയസ്സൊക്കെ കഴിയുമ്പോഴേ കുട്ടിയുടെ ഉള്ളിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ 7 വയസ്സിൽ ചോടയുള്ള കുട്ടീനോട് ഇതേ ബോട്ടിലുള്ള വെള്ളം ഞാൻ ഒരു കിണ്ണത്തിലും കൂടി ഒഴിച്ചിട്ട് കുട്ടീനോട് ചോദിക്കുക ഏതിലാ മോളെ വെള്ളം കൂടുതലെന്ന് ചോദിച്ചാൽ കുട്ടി എന്താ പറയുക? ഇതിലാന്ന് പറയാം. ബിക്കോസ് അയാൾക്ക് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഹൈറ്റ് കൂടുതൽ ഇതിനാണ്, അതുകൊണ്ട് ഇതിൻ്റെ അകത്താന്ന് പറയും. ഒരു 7-8-9 വയസ്സൊക്കെ ആകുമ്പോൾ അയാളുടെ ഉള്ളിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും. അപ്പോൾ അയാൾ ആലോചിക്കും കിണ്ണത്തിന് പ്രതല വിസ്തീർണം കൂടുതലല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ആയേക്കാം. കണ്ടോ, കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രായത്തിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ദീനിൻ്റെ ബോധനം കൂടുതൽ കൊടുക്കണം. നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഇപ്പം നമ്മൾ അൽബീറിൻ്റെ ഒക്കെ പെഡഗോജിയിൽ പൊതുവെ ഹിഫ്ള് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും. കുറേ ആദ്യം എല്ലാം കൊടുക്കും. പക്ഷേ ഈ ഒരു 14 വരെയുള്ള ഏജിൽ പലപ്പോഴും കുട്ടികൾ നമ്മളെടുത്തു നിന്ന് മിസ്സാവും. കിട്ടേണ്ട കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടാതെയാവും. 14 to 21 ഏജ് ഓഫ് സോഷ്യലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. സോഷ്യലൈസേഷൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഈ 14 കഴിയുമ്പം കുട്ടികൾ, പ്രത്യേകിച്ച് 2ാം കൗമാരം എന്ന് പറയുന്ന പ്രായത്തിൽ കുട്ടികൾ പതിയെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വിടും, വാപ്പാൻ്റെ അടുത്ത് നിന്ന് വിടും, ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് വിടും, അധ്യാപകൻ്റെ അടുത്ത് വിടും. എന്നിട്ട് അവരുടെ പിയർ ഗ്രൂപ്പുകളുടെ കൂടെ ചേരും. എന്നിട്ട് അവർ ക്ലിക്കുകളാണ്. 16-17 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ക്ലിക്കുകളാണ്. അവരുടെ അടുത്ത് എന്തെല്ലാം തമാശകളും ഒപ്പിച്ചു വെക്കലാണ്. കഞ്ചാവ് കൊണ്ടുവന്നു, പൻപരാഗ് കൊണ്ടുവന്നു, വേണ്ടാത്ത മധു കൊണ്ടുവന്നു. എന്നിട്ട് അത് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഒരു കുട്ടി പറഞ്ഞു കൊടുക്കില്ല, ഒരു കുട്ടി തുറന്ന് സംസാരിക്കില്ല. ദേ ആർ ഇൻ ഗ്രൂപ്പ്. ഉമ്മ പറഞ്ഞാലും കേൾക്കൂല, വാപ്പ പറഞ്ഞാലും കേൾക്കൂല. കൃത്യമായി സകലമാന തെമ്മാടിത്തരത്തിനും കുട്ടികൾക്ക് കൂട്ടായി നിൽക്കുന്ന സമയമാണ് ഈ 14-15 ഏജ് ഓഫ് സോഷ്യലൈസേഷൻ. സ്ട്രോങ് സോഷ്യലൈസേഷൻ്റെ പ്രായമാണ്.
ആ സമയത്ത് കുട്ടികളുടെ അടുത്ത് ശരിക്കും ഉമ്മയും വാപ്പയും ഏത് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുട്ടിയോട് നിങ്ങൾ തോളിൽ കൈവച്ചിട്ട് വാപ്പാനോട് സംസാരിക്കാനൊക്കെ തോന്നുന്ന കുട്ടികളുണ്ടായി ഈ സമയത്ത്. അപ്പോൾ തോളിൽ നിന്ന് കൈയെടുക്കുക എന്നിട്ട് നമ്മൾ പറയും, പക്ഷേ കുട്ടിക്ക് എവിടെയോ ഒരു സ്പേസ് ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. കുറച്ചൊരു സ്പേസ് ഈ സമയത്ത് നീ ഒരു നമ്മൾ കേരളത്തിൽ പറയുന്ന ഒരു തമാശയുണ്ട്, നിങ്ങൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും എൻ്റെ സെഷനിൽ തന്നെ കേട്ടിട്ടുണ്ടാവും. 18 വയസ്സുള്ളൊരു കുഞ്ഞ് ഹർത്താലിൻ്റെ ദിവസം വീട്ടിൽ പിന്നെ ഈ ചെറിയ കുട്ടിയുടെ ബേബി സൈക്കിളിൻ്റെ മേലെ ഇരുന്നിട്ടിങ്ങനെ കളിക്കുന്ന സമയത്ത് വാപ്പ പറയുന്നുണ്ട് എണീക്കടാർ, എണീക്കുന്നറ. അപ്പോൾ മോനിങ്ങനെ എണീച്ചോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്കത് വയസ്സ് എത്രയാണ്, 10-18 വയസ്സില്ലേ, കണ്ണാടിയിൽ നോക്കിയാട്ട് എൻ്റെ മീശ കാണുന്നില്ലേ, എന്നിട്ടും നീ എന്താ ചെറിയ കുട്ടിൻ്റെ സൈക്കിളിൻ്റെ മേലെ നിന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഹാപ്പിയായി. എന്താ കാര്യം എന്നറിയോ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ വയസ്സിനൊരു സ്ഥാനം കൽപ്പിച്ചത്. അവൻ ഹാപ്പിയായി. കണ്ണാടിയിലൊക്കെ പോയി മീശയൊക്കെ ഒന്ന് പിരിച്ച് അന്ന് സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം വീട്ടിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, ഉമ്മയും ഉപ്പയും തമ്മിൽ. എന്താ ഡിസ്കഷൻ? നാളെ നടക്കുന്ന വീട്ടുകൂടലിന് ഗിഫ്റ്റ് കൊടുക്കണോ പൈസ കൊടുക്കണോ? അല്ലേ, നടക്കുമോ? ചില വീട്ടിൽ ഭർത്താവ് തീരുമാനിക്കും, ഭാര്യ അനുസരിക്കും. ചില വീട്ടിൽ ധൈര്യം തന്നെയല്ലേ നിങ്ങൾക്ക് പറയാം, ഭാര്യ തീരുമാനിക്കും, ഭർത്താവ് അനുസരിക്കും. നല്ല വീട്ടിൽ എപ്പോഴും ഡിസ്കഷൻ നടക്കും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നമ്മളൊരു യൂണിറ്റ് അല്ലേ, നമുക്ക് ചർച്ച ചെയ്തുകൂടെ? അങ്ങനെ ഡിസ്കഷൻ നടക്കുന്നിടത്ത് ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു കസേരയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്, നിങ്ങൾ വെറുതെ ഈ ഗിഫ്റ്റ് കൊടുത്ത ആ വീട്ടിന് പറ്റില്ല, അതിൻ്റെ കോണ്ടക്സ്റ്റിന് യോജിക്കൂല, അതിൻ്റെ കളർ തീമിന് യോജിക്കൂല, അതുകൊണ്ട് നമുക്ക് പൈസ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. വാപ്പാറിന് എണീക്കടാ, ഞങ്ങൾ വലിയ ആൾ പറയുന്നിടത്ത് എനിക്കെന്താ കാര്യം, നീ അപ്പോൾ ഇവൻ ഇങ്ങനെ ഇതിനെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് വിളിച്ചത് എറിക്സൺ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് പ്രായത്തിനെ വിളിച്ചതാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഇന്നലെ ഈ വാപ്പ മീശ മുളച്ചോൻ വലുത് എന്ന് പറഞ്ഞു, ഇന്ന് എന്നെ ചെറുതാക്കി. അപ്പോൾ കുട്ടികൾ പറയും, വാപ്പ ഇന്ന് എൻ്റെ ചങ്ങാതിമാർ എന്താണ് അതിന് പേര് പറയുക, ഹോം ടൂർ. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ഇവിടെ ദുബൈയിൽ അങ്ങനെ ഉണ്ടോ? നാട്ടിലൊക്കെ ഹോം ടൂറിന് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ചിക്കൻ വാങ്ങണം, കുറച്ച് പേർക്ക് ചിക്കൻ പറ്റൂല, ഫിഷും വാങ്ങണം, ഉമ്മാനോട് നിങ്ങളൊന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പാപ്പ എന്താ പറഞ്ഞു, ഒന്നും ശരിയാവില്ല, എന്നോട് ആരാ പറഞ്ഞതിന് എൻ്റെ ചങ്ങായിമാരുടെ കൂട്ടിക്കൊണ്ടുവരാൻ, എനിക്കതിനൊന്നും നേരമില്ല, അങ്ങനെയാണോ പറയാ? വാപ്പ അപ്പം എന്ത് ചെയ്യേണ്ടി വരും? സോഷ്യലൈസ്ഡ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആണോ? എത്ര പേരുണ്ടാവും? ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എല്ലാം ചോദിക്കാം. എത്ര പേരുണ്ടാവും? ആൺകുട്ടികളാണോ പെൺകുട്ടി? അവരെങ്ങനെയാണ് വരുന്നത്? അവർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ, നാളെ നമുക്ക് പറ്റുമെന്ന്. നിങ്ങൾക്ക് പറ്റൂല എന്നും പറയാം, പക്ഷെ അഡ്മിറ്റ് ഹിം ആൻഡ് അഡ്രസ് ഹിം. അല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ജനറേഷൻ്റെ കൈ കിട്ടുക? നമ്മളെ കൈമെന്ന് പിള്ളേരങ്ങ് ഇളകി പോവുക, ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ട്രസ്റ്റ്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന തെറ്റുകളുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലൊരു ഉമ്മാൻ്റെ അടുത്ത് നിന്ന് 16 വയസ്സുള്ള ഒരു കുട്ടീനെ നന്നാക്കാൻ ഒരു ഉമ്മ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. ഏതെല്ലോ പാരൻറ്റിങ് ക്ലാസ് യൂട്യൂബിലൊക്കെ നോക്കി ഉമ്മ വിചാരിച്ചു കുട്ടീനെ ഒന്ന് ശരിയാക്കാം. ഉമ്മ എന്ത് ചെയ്ത്, എന്നോടൊരു കാര്യം പറയാനുണ്ട്, കുറേ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. ഒരു കുഴപ്പമില്ല, പറയാം. ഉമ്മൻ്റെ സെക്കൻഡ് ഒരു വർത്താനം അതിൽ വരണം എന്നാ. എന്താണെന്നറിയാം, നിനക്ക് പറ്റിയൊരു സമയം പറയണം, എപ്പോഴാ സംസാരിക്കാൻ പറ്റുമോ. അപ്പോൾ നിങ്ങളെ മനസ്സിലൊരു സാധനം വർക്ക് ചെയ്യും. എൻ്റെ മോന് ഞാൻ 18 വയസ്സ് വരെ നമ്മൾ പറയുന്നൊരു വർത്താനല്ലേ, ചോറും എന്താ പറയല്ലോ, ഉപ്പും ചോറും എന്താ അല്ല കൊടുത്തിട്ട് വളർത്തിയ കുട്ടി, നിൻ്റെ അടുത്ത് ഞാൻ പെർമിഷൻ എടുക്കാനോ? 16-17 വയസ്സുള്ള കുഞ്ഞിനോട് ഉമ്മ പെർമിഷൻ എടുത്തു. എൻ്റെ ചെക്കൻ എന്ത് പറഞ്ഞു എന്നറിയോ, ഇന്ന് നേരമില്ല, ഇന്ന് ഞാൻ ഭയങ്കര ബിസിയാ, നാളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉള്ളിലെ ഈഗോ വർക്ക് ചെയ്യും. നീ ആരാടാ എന്ന് ചോദിക്കൂലേ? ബോണ്ട് പോയി, പൊട്ടി, അവൻ്റെ വഴിക്കങ്ങ് പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്, കാരണം അവൻ ഡിജിറ്റലൈസ്ഡ് ആയ ഒരു ലോകത്താണ്. ബോധമുള്ള ഉമ്മ എന്താ പറയാന്നറിയാം, ഇന്ന് നേരമില്ല, എന്നാൽ പിന്നെ നാളെ ആയിക്കോട്ടെ. ഏതാ സമയം? പയ്യൻ പറഞ്ഞു നാളെ മഗ്‌രിബിന് ശേഷം ആയിക്കോട്ടെ. ഈ ഉമ്മ മഗ്‌രിബ് വരെ കാത്തുന്നു. ഞാൻ പറഞ്ഞത് നല്ല ഉമ്മയാണോ മോശം ഉമ്മയാണോ? ഇന്നത്തെ കാലത്ത്
നല്ല. പക്ഷെ മഗ്‌രിബായ ഉമ്മ ചെയ്യണം. മഗ്‌രിബായപ്പോൾ പറഞ്ഞു എൻ്റെ സമയമായില്ലേ നമുക്കൊന്ന് ഇരിക്കാം. അന്ന് ഉടനെ തന്നെ വെടിവെക്കുന്നവരെ വർത്താനം പറയല്ല ചെയ്യുക. അവനോട് പറഞ്ഞു ഇരിക്കുക. ഞാനും ഇരുന്നു, വർത്താനം പറഞ്ഞു. എത്ര അകലത്തിൽ ഇരിക്കണം എന്നാ പറയാം? നിങ്ങളെ പേരെന്നാ? മുഹമ്മദ് ഇവിടെയുണ്ട്. മുഹമ്മദ് ഞാനുമാണ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചോ, ഇത്ര ദൂരെ നിന്ന് സംസാരിക്കുമെന്ന് വിചാരിച്ചു. മുഹമ്മദ് ഞാൻ തമ്മിൽ എത്ര അടി വ്യത്യാസമുണ്ട്? അടി മീൻസ് ഫീറ്റ്. എത്രയുണ്ട്? 4 5 അല്ലേ? എഞ്ചിനീയർമാരെ എന്താ പ്രശ്നം? ഇതങ്ങോട്ട് പോകാൻ 4 5 അടി വ്യത്യാസമുണ്ട്. ഇറ്റ് വോണ്ട് വർക്ക് ചെയ്യില്ല. ഉണ്ട്. ഞാനെന്ത് ചെയ്തെന്നറിയോ? മുഹമ്മദ് അടിയേ ഇരിക്കുള്ളൂ. മുഹമ്മദിൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ തലയെല്ലാം ചൊറിഞ്ഞ് കാലിൻ്റെ മേലെ കാലൊക്കെ എടുത്ത് വെക്കും ചിലപ്പോൾ. അപ്പം നമ്മളെ ഹെർട്ട് ചെയ്യരുത്. ഞാനെന്ത് ചെയ്തു? എൻ്റെ ചെയറിനെ ശരി അടുത്ത് കൊണ്ടുപോയിരുന്നു. എത്ര അടി വരെ കൊണ്ടുപോകണം അറിയാം? ഇഫ് യു വാണ്ട് ടു മെയിൻറ്റെയിൻ എ ട്രസ്റ്റ് ആൻഡ് ബോണ്ട്, ഇത്ര കൊണ്ടുപോകണം. ഇത്ര അടുത്ത് വന്നിരുന്നു. ഈ അടിയുടെ പ്രത്യേകത ഇൻറ്റിമേറ്റ് സോണിലേക്ക് ഞാനിരുന്നു. ഞാനും മുഹമ്മദും തമ്മിൽ 2 അടിയുടെ 3 അടിയുടെ ഉള്ളിലാണ്. ആൻഡ് ജസ്റ്റ് ടച്ച് ദ ഫിംഗർ. കയ്യും തൊട്ടോട്ടെ, എന്താ പ്രശ്നം? ഐ ജസ്റ്റ് ടച്ച് ദ ഫിംഗർ. എന്തിനാണ് ചെയ്യുന്നത്? ഈ ടച്ച് എനിക്ക് അയാളുടെ ഹൃദയത്തിലേക്കൊരു പാലയിടല്ല. ഞാൻ എൻ്റെ ഉപ്പയാന്ന് പറഞ്ഞ് നിന്നാലൊന്നും പറ്റില്ല. പിള്ളേർ തിരിഞ്ഞു നിൽക്കും, പിള്ളേർ വിരക്തി കാണിക്കും. സോ കൗമാരക്കാരോട് ഞാൻ പറഞ്ഞ 14 to 21 വരുന്ന പ്രായത്തിൻ്റെ ഇടയിൽ ഏജ് ഓഫ് സോഷ്യലൈസേഷൻ വളരെ ശ്രദ്ധിച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഇറിറ്റേറ്റിനൊരു രക്ഷയുണ്ടാവില്ല. ഇറങ്ങി നടക്കുന്ന കുട്ടികൾ, ഇറങ്ങി ഓടുന്ന കുട്ടികൾ, വല്ലാത്ത സമ്മർദ്ദത്തിൽപ്പെട്ടിട്ട് എന്ത് ചെയ്യണം തിരിയാത്ത കുട്ടികൾ. അത് എനിക്ക് തോന്നുന്നു നാട്ടിൽ മാത്രമല്ല ഇവിടെയും ഉണ്ട്. ആം ഐ റൈറ്റ്? ഇല്ലേ? ഇവിടെയില്ലേ? നല്ലോണം ഉണ്ട്. കാരണം ഒന്ന് ഡിജിറ്റൽ കാലത്തെ കുട്ടി, അതിസമ്മർദ്ദങ്ങളിലുള്ള കുട്ടിക്ക് വിർച്വലായ വേറൊരു ലോകം അപ്പുറത്തുള്ളൊരു കുട്ടി, ആ കുട്ടിയുമായിട്ടുള്ള ബോണ്ട് കറക്റ്റ് അല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ടാകും. ഈ ഉമ്മമാരോട് ഞാൻ പറയുന്നത്, ഈ ഉമ്മമാർ വലിയ ഭാഗ്യവാന്മാരാണ്. ഉമ്മമാരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, എന്താ നമ്മളും ഉമ്മയും തമ്മിലുള്ള, നമ്മളും വൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആണ് പെണ്ണ് വ്യത്യാസമല്ല. കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ എന്താണ് വ്യത്യാസം? വൈഫ് കേട്ടോട്ടെ അല്ലേ, അവർക്ക് ക്ഷമ കൂടുതലാണ്. ആണോ? അതെല്ലാം ഉണ്ട്. അതാണ്, അതൊക്കെ ക്ലിയറാണ്. അതെല്ലാം ഞാൻ പറയാം. ക്ഷമ കൂടുതലാണ്. ബിക്കോസ് ഞാൻ കേരളത്തിൽ ECMH എന്നിട്ട് നമ്മുടെ സംസ്ഥയുടെ നഴ്സറി സ്കൂൾ ടീച്ചേഴ്സിന് ഉണ്ടാക്കുന്ന പ്രോജക്റ്റിൻ്റെ ചെയർമാനാണ്. ഞങ്ങൾക്ക് ഈ വർഷം 240 ടീച്ചേഴ്സ് പഠിക്കുന്നുണ്ട് മതപരമായിട്ടാണ്. ഞാൻ അവർക്കൊക്കെ വർക്ക്ഷോപ്പ് ചെയ്യുമ്പം പറയാറുണ്ട്, കേരളത്തിലെ ഏതെങ്കിലും പ്രീ പ്രൈമറി സ്കൂളിൽ ആണുങ്ങൾ അധ്യാപകരാക്കി എങ്ങനെ ഉണ്ടാകും? നഴ്സറി സ്കൂൾ എന്താകും? എല്ലാ സ്കൂളും ഒറ്റാഴ്ച കൊണ്ട് പൂട്ടും. എന്താ പ്രശ്നം? ഒരൊറ്റ കുട്ടി നിൽക്കൂല. ഈ മാതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? എൻ്റെ പെണ്ണുങ്ങൾക്ക് പറ്റുന്നത് ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ നിൽക്കാൻ ബിക്കോസ് ഓഫ് ഗർഭപാത്രത്തിൽ, ഈ മാതൃത്വത്തിൽ. അതാണ് ഈ ആരാണ് ആദ്യം അറിഞ്ഞത് കുഞ്ഞുണ്ടാകുന്നുണ്ട് എന്നുള്ളത്? നമ്മളറിഞ്ഞോ? നമ്മൾക്കൊന്നും നോക്കണ്ട, നമ്മളങ്ങ് പോയി. ഈ കുട്ടിക്ക് ഉമ്മക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അസ്വസ്ഥതയാണ് ഉമ്മക്ക് തുടങ്ങിയത്. അസ്വസ്ഥത തുടങ്ങി. എല്ലാ പൊതുജന്മങ്ങൾക്കുമിടയിൽ എന്തുണ്ട്? ഒരു അസ്വസ്ഥതയുണ്ട്. ആ ഒരു ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഈ കുഞ്ഞുങ്ങളെ താങ്ങി വളർത്തിയ ഒരു ഉമ്മാക്ക് കിട്ടുന്ന ബോണ്ടൊന്നും ആരോട് കിട്ടൂല? ഈ ആണുങ്ങളോട് കിട്ടൂല. അവിടെ പിന്നെ സൂറത്തുൽ ഹജ്ജ്, ഇവിടെ ഹാഫിലിങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം. ഞാൻ സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അലീം യൗമ തറൂനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാത്തിൻ ഹംലഹാ വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആ ആയത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഉമ്മമാർക്ക് പടച്ചോൻ കൊടുത്തതിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാവും. അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അലീം. ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സംഗതിയാണ്.
അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച സിമിലി കണ്ടോ? യൗമ തറൂനഹ തദ്ഹലു കുർലു മുർളിഅത്തിൻ അമ്മാ അർള. അന്ന് മാത്രമാണ് പാല് കൊടുക്കുന്നിടത്തുനിന്ന് കുഞ്ഞിനെ ഉമ്മ വലിച്ചെറിഞ്ഞിട്ട് ഓടുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായോ? വേറെ ഏതെങ്കിലും ഒരു സമയത്ത് കുഞ്ഞിന് പാല് കൊടുക്കുന്നിടത്ത് നമ്മൾ ഈ ആണുങ്ങൾ പോയിട്ട് നീ എൻ്റെ തോർത്ത് കണ്ടിനോ എന്ന് ചോദിച്ചാൽ കുട്ടിനെ ഇളക്കിയിട്ട് വരുമോ? കാണുന്നില്ലേ മനുഷ്യ പാല് കൊടുക്കുന്നതെന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പാല് കൊടുത്ത് കഴിയട്ടെ, കണ്ടോ? ആ പാല് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആത്മീയതയാണ്, അതൊരു ഭാവമാണ്, അതൊരു ശക്തിയാണ്, അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിന് നമുക്ക് ഭാഗ്യമുണ്ടോ? എത്ര വർഷം അൽവാലിദാത്തു യുർളീന ഔലാദഹുന്ന ഹൗലൈനി കാമിലി, 2 വർഷം തുടർച്ചയായിട്ട് പാല് കൊടുക്കും. ഈ പാല് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് എത്ര ശരാശരി നോക്കിയാൽ ഏതാണ്ട് 10 പ്രാവശ്യം കൂട്ടിയ 7300 തവണ ഉമ്മാൻ്റെ മാറിടത്തിൽ ഈ കുഞ്ഞ് ചാഞ്ഞ് നിന്നിട്ട് പാലിങ്ങനെ കുടിക്കും. ഉമ്മാൻ്റെ കണ്ണും നിങ്ങൾ കണ്ടിരിക്കും. പാല് കൊടുക്കുന്ന ഭാഗത്ത് പോയിട്ടില്ല നിങ്ങൾ? ആ വഴിക്കേ പോയിട്ടില്ല. ഉമ്മാൻ്റെ കണ്ണും കുഞ്ഞിൻ്റെ കണ്ണും ഒരേ ബിന്ദുവിൽ നിൽക്കും. ഉമ്മാൻ്റെ മുലക്കണ്ണിക്ക് കുഞ്ഞ് കടിച്ചിട്ട് വേദന ഉണ്ടാക്കും. അപ്പോഴും ഉമ്മ താളം പിടിക്കുകയോ ചെയ്യും, അതിനെ വലിച്ചെറിയുകയും ചെയ്യില്ല. ക്ഷമ അവിടുന്ന് തുടങ്ങുന്നുണ്ട്. ആ ക്ഷമ ആത്മീയതയുടെ ക്ഷമയാണ്. അത് ഉമ്മാക്കേ ഉള്ളൂ. നമ്മളുടേത് കുറച്ചുകൂടി തൊലിപ്പുറത്താ. അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ ഞെട്ടും. എൻ്റെ ഉമ്മ പറഞ്ഞടാ, ഞെട്ടും. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്തെ കുട്ടിനെ നിർവഴിക്ക് കൊണ്ടുപോകുന്നിടത്ത് വലിയ റോള് നമ്മളെ ഉമ്മമാർക്കുണ്ട്. ആ ട്രസ്റ്റ് ഈസ് ദർ. അത് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു പാലമാണ്. നിങ്ങൾ വിചാരിച്ചാലാണ് അത് ക്ലിയറായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഞാൻ ഇത്രയൊക്കെ ഒരു ആമുഖം പറഞ്ഞത് ഈ പാരൻറ്റിങ്ങിൻ്റെ പവറ് മനസ്സിലാക്കാനാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളോടുള്ള. നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിങ്ങനെ നമ്മളൊരു കടലാസ് എടുത്ത് വെച്ചാൽ മറന്നുപോയോ? അവിടെ നിന്നാണ് ഞാനിങ്ങനെ വന്നത്. ആ കടലാസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. പെന്ന് എഴുതാനല്ല, ആക്ടിവിറ്റിക്കാണ്. പെന്ന് തൽക്കാലം മാറ്റി വെച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യാം. ഒന്ന് അതിനെ നിങ്ങൾ 2ആക്കി മാറും. അപ്പോൾ ഒന്ന് ശരിയാ ഞാൻ പറഞ്ഞു, ഇത് ഒരു മോശം അധ്യാപകനായിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കാൻ പോകുന്നത് നിങ്ങളെ മുന്നിൽ. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഒന്നാമത്തെ ഷർത്ത്, ഇത് ചെയ്ത് തീർന്നവരെ. 2, എന്നോടൊന്നും ഇങ്ങോട്ട് ചോദിക്കാനും പാടില്ല. അനുസരണയോട് കൂടി ചെയ്യും. നിങ്ങളെ കയ്യിൽ പെന്നുണ്ട്, കടലാസുണ്ട്. റെഡിയല്ലേ? യെസ്. ഒന്ന് ആ കടലാസ് 2ആക്കി മടക്കുക. എല്ലാം പെട്ടെന്ന് മടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. അങ്ങോട്ടും നോക്കി ഞാൻ വേണ്ടത് പുറത്താക്കും. അങ്ങനെ പറയില്ലേ കുട്ടികളോട് പറയുന്നത് പറയുന്നേ ഉള്ളൂ. എന്നിട്ട് ഒന്നും കൂടി മടക്കുക. ഉമ്മമാർ ചെയ്തോളൂ ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഒന്നും കൂടി മടക്കുക. ഇപ്പം പൂട്ടിക്കിടക്കുന്ന ഭാഗം ഉണ്ടാവും, തുറന്നു കിടക്കുന്ന ഭാഗം ഉണ്ടാവും. തുറന്നു കിടക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറിക്കളിയാ, ചിന്തിക്കളി. അപ്പം ഒരൊച്ച ഉണ്ടാവും ഹാളിൽ. അങ്ങനെ തന്നെ അതെ, ഒരു കഷ്ണം കീറിക്കളി. ഓക്കെ, എല്ലാവരും ചെയ്യും. സംശയമുള്ളവരും കുട്ടികളെ കൂട്ടത്തിലുണ്ടാവും കുറേ സംശയാലുക്കൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിങ്ങളുടെ വലത് കൈയിൻ്റെ കുഞ്ഞു വിരൽ പോകാവുന്ന നിലക്കൊരു ദ്വാരം ഉണ്ടാക്കുക. പെണ്ണെടുത്തിട്ട് വേണം ഉണ്ടായിക്കും. കടിച്ചു വരയ്ക്കണ്ട, ഒരു ദ്വാരം ഉണ്ടാക്കുക. പെട്ടെന്ന് പെണ്ണിന് മൂർച്ചയുണ്ടാകണ്ട. പെണ്ണ് എഴുതാൻ തന്നതാ, അതിന് മൂർച്ചയുണ്ടാവും. ഇവർക്കറിയോ അതങ്ങനെയുള്ള. ഇനി എന്നിട്ടൊരു ഇടത് കൈൻ്റെ വിരലിട്ടിട്ട് അതൊന്നൊരു കറക്റ്റ് ദ്വാരത്തിലേക്ക്. ഓക്കെ, ചെയ്തോ? ഓരോ നേരത്തെ അതൊക്കെ റെഡിയാണ്. ഇനി എന്നെ ഒന്നുകൂടി മടക്കുക. സംശയം ഉണ്ടെങ്കിൽ ചെയ്തോളെ, ഒന്നും ചോദിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഒന്നുകൂടി മടക്കുക. അപ്പം നേരത്തെ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്നാണ് ചിന്തിക്കളഞ്ഞതെങ്കിൽ ക്ലോസായി കിടക്കുന്ന ഭാഗത്തു നിന്ന് ഒരു കുഞ്ഞു കഷ്ണം കീറിക്കളയും. ഡൗട്ട് ഉണ്ടാവും, പക്ഷേ ഡൗട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പുറം ഇപ്പുറം നോക്കുന്ന. ഇനി നിങ്ങൾ ആദ്യത്തെ പോലെ ആക്കുക. കടലാസിനെ ആദ്യം ഉണ്ടായ പോലെ അഴിച്ചിട്ട് ആക്കുക. ഓക്കെ, എന്നിട്ട് അപ്പുറം ഒന്നൊന്ന് വരുത്തി കാണിക്കുക. അടുത്തുള്ള ആളതൊന്നും നിങ്ങളതൊന്ന് നോക്കിയാട്ടെ, വ്യത്യാസം തിരിച്ചറിയോ? ചിലത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് കിട്ടിയ പോലെ ബോഡിൻ്റെ ഒരു കഷ്ണം ഉണ്ടാവണ്ട. കറക്റ്റ് അല്ലേ? വ്യത്യാസം ഷാജിൻ്റെ ഒക്കെ നോക്കിയാട്ടെ, നല്ല രസമുണ്ട്.
അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സിമ്പിൾ. ആ സ്ത്രീകളത് ഒന്ന് വേണമെങ്കിൽ ഉയർത്തി കാണിച്ചു. നിങ്ങൾ കടലാസ് മാത്രം ഒന്ന് ഉയർത്തി കാണിച്ചു. കണ്ടോ വ്യത്യാസം? അവരെ ഏകദേശം ഒരേപോലെ ആക്കി നോക്കിയിട്ട് ചെയ്തായിരിക്കും കേട്ടോ. ഞാൻ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പിള്ളേർ നോക്കിയെന്നതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കം ടു ദി പോയിന്റ്. നമ്മളെ പോയിന്റ് എന്താ മനസ്സിലായി? ഒരധ്യാപകൻ, യെസ് പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒരധ്യാപകൻ, ഒരു മാഷ്, ഒരു ഉസ്താദ്, ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് ഒരേപോലെ ഏതാണ്ട് ഒരേ തരം ഒരു ഹാളിലിരിക്കുന്ന ആൾക്കാരോട് ഒരേ വർത്താനം പറഞ്ഞു, ഒരേ നിർദ്ദേശം തന്നു. നിങ്ങളെല്ലാവരും വേറെ വേറെ ചെയ്തു. ഞാനിന് മാർക്ക് ഇടാന്ന് വിചാരിച്ചു. ഏത് കുട്ടിൻ്റെയാണ് നല്ലതെന്ന് പറയാം? നിങ്ങൾ പറ, ഏത് കുട്ടിൻ്റെയാണ് നല്ല? ആരെയാണ് ഞാൻ ചെയ്യിപ്പിക്കുക? എന്നാൽ വാട്ട് ഈസ് ദ ഇഷ്യൂ? എന്താണ് പ്രോബ്ലം? നിങ്ങൾ പറഞ്ഞാട്ടെ, എന്താണ് പ്രശ്നം? ഇങ്ങോട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് പറഞ്ഞു, എന്താണ് പ്രശ്നം? മനസ്സിലായിട്ടില്ല. അപ്പൊ കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ അത്? അല്ലേ? ഒന്ന് പറയുന്ന മനസ്സിലായിട്ടില്ല, അപ്പൊ കുട്ടിയൊക്കെ അത് ഉണ്ടാവുമല്ലോ. അതല്ല അതിൻ്റെ. എന്നാ പിന്നെ എന്താ എല്ലാവർക്കും മനസ്സിലാകാത്ത പോലെ ആക്കിയാൽ പോരെ? ഓരോരുത്തർക്ക് വേറെ വേറെ വന്നു. എന്തുകൊണ്ടാണ്? വെരി ഗുഡ്. അതെ, ഇദ്ദേഹം മനസ്സിലാക്കിയതല്ല ഇവർ മനസ്സിലാക്കുന്നത്. പെർസെപ്ഷൻ ഡിഫറെന്റാ. ഓരോരുത്തരുടെ ലിസണിങ് സ്റ്റൈല് വേറെയാ, ഓരോരുത്തരുടെ അക്യൂസിഷൻ വേറെയാ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടീനെ പോലെ ഈ കുട്ടി ആവണമെന്ന് പറയുന്നേ? അല്ലേ? നിങ്ങൾ എന്തിനാ പിന്നെ വഴക്ക് പറയുന്നത്? നിങ്ങൾ എന്തിനാ പിന്നെ കമ്പയർ ചെയ്യണേ? അവനെ നോക്ക്, അവനെന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ? നമ്മൾ പറയലില്ലേ, ലോകത്ത് കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അഡ്വൈസ്. കുട്ടിയൊക്കെ പൊതുവെ ഇഷ്ടമല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മോനെ നീ എത്രാം ക്ലാസ്സിലാടാ? ഇറ്റ് മീൻസ് യുവർ ഏജ് ഈസ് 13 or 14. ഇഷ്ടമാണോ അഡ്വൈസ്? ഇല്ല. കണ്ടോ, ഒപ്പാൻ്റെ അടുത്തിരുന്ന ഇഷ്ടമല്ല. അപ്പോൾ അഡ്വൈസ് കുട്ടികൾക്ക് ഇഷ്ടമല്ല. പിന്നെന്താണ് അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഒരു സംഘടന, ദാറ്റ് ഇസ് ഗൈഡൻസ്. അഡ്വൈസിൽ നിങ്ങളെ കുറേ സാധനം പുറത്തേക്ക് കൊടുക്കും. ഞാൻ ചെറുപ്പക്കാലത്തായപ്പോൾ ഇങ്ങനെ, അതെന്തിനാ ഇവനോട് പറയണം? ഗിവ് ഗൈഡൻസ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ശരി, നീ ഇപ്പം ചെയ്തതിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, നാളെ നമുക്കത് ശരിയാക്കാം. ദാറ്റ് ഈസ് ഗൈഡൻസ്. ഞാനിവിടെ 30 കൊല്ലം മുമ്പേ വന്നപ്പോൾ അതിപ്പോൾ എന്താ കാലം, അന്നത്തെ കാലത്തല്ലേ കുട്ടി പറയൂലേ. ആൻഡ് സെക്കൻഡ് ഈസ് കമ്പാരിസൺ. നിങ്ങളെ കുട്ടികൾ ഓരോന്നും വ്യത്യസ്തങ്ങളാണ്, ഉറപ്പാണ് വ്യത്യസ്തങ്ങളാണ്. ഈ വ്യത്യാസം എങ്ങനെ വരുന്നതാ? ഈ കുഞ്ഞുങ്ങൾ വ്യത്യാസം എങ്ങനെ വരുന്നതാ? ഗർഭം ചുമക്കുന്ന ഉമ്മ ഗർഭിണിയാകുന്ന സമയത്തിൻ്റെ മൂഡ്, നമ്മളുടെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, അന്തരീക്ഷം, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഓരോ കുട്ടികളും. ഓരോന്നും വ്യത്യാസമുള്ള കുട്ടികളാണ്. ഒരു വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4 വ്യത്യസ്തമായ കുട്ടികളായിരിക്കും. അതിനെങ്ങനെയാണ് നമ്മൾ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുക? നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താ? ഒരു കുട്ടി കണക്കിന് വളരെ ഉഷാറാണ്, രണ്ടാമത്തതോ കണക്കിൻ്റെ ഭാഗത്തെ പോകാൻ പറ്റില്ല. വേറൊന്ന് ചിത്രം വരക്കും, അങ്ങനത്തെ ഒരു ലോകത്താണ്. മറ്റൊന്ന് ഹൈലി ടെക്നിക്കലാണ്. നിങ്ങളെ ഒരേ സ്കൂള് കുഴപ്പമാണ്, സ്കൂളെല്ലാം ഒരേപോലത്തെയാണ്. അപ്പോൾ ഇതിൽ ഈ കുട്ടീനെ മനസ്സിലാക്കുന്ന ഒരു പാരൻ്റ് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? വി ആർ ഗിവിങ് ദം പ്രഷർ. നമ്മളവർക്ക് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. പ്രഷർ കൊടുക്കും. ഞാനൊരു ചോദ്യം, കുട്ടിക്ക് നിങ്ങൾ പ്രഷർ കൊടുക്കുമ്പം സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്നറിയാവോ? എന്താ സംഭവിക്കുന്നത്? ലൂസിങ് ദി ബോണ്ട്. അവിടെയാണ് കുട്ടി കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ലോകത്ത് തരികിടകളായി. ലൂസിങ് ദി ബോണ്ട്. ബോണ്ട് കറക്റ്റാണോ ഒരു കുട്ടിയും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് പോലും. അതാണ് ഞാൻ പറഞ്ഞ, ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ 2 തരം കുട്ടികളെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ഇൻട്രാക്ഷനിലേക്ക് പോകും. മീൻസ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം, അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അറിയാതെ ഞാൻ പ്രസംഗിച്ച്, എനിക്ക് ഈ ടോപ്പിക്ക് വളരെ ഇഷ്ടമാണ്. പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൗൺസിലിംഗ് ക്ലിനിക്കിലൊക്കെ വരുന്ന അധിക കേസുകളും കുട്ടികളുടെ കേസുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ എക്സാമ്പിളുകൾ വേണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടകര ഭാഗത്തുനിന്ന്, വടകര എന്നൊക്കെ ഞാൻ നാട്ടുമാറ്റി പറയുന്ന ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ കൗൺസിലിംഗ് വന്ന ഒരു കുട്ടി, ഉപ്പ പ്രവാസിയാണ്, ഉമ്മയാണ് കൂടെ വന്നത്. ഓക്കെ,
ഞാൻ അത്ഭുതപ്പെട്ടു ആ കുട്ടിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട്. 11 വയസ്സുള്ള ഒരു കുഞ്ഞിന്, ആൺകുട്ടിയാണ്, ആൺകുട്ടിക്ക് സ്കൂളിൻ്റെ കവാടം കയറിയാൽ ഫ്രസ്ട്രേഷനാണ്, വെപ്രാളാവും, ടീച്ചർമാരുടെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ തലകറങ്ങി വീഴും. പിന്നെ പരീക്ഷയുടെ കാര്യം പറയാനില്ല, പരീക്ഷ വരുമ്പോൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്ന് വരുമ്പം കുട്ടിക്ക് പ്രശ്നമാണ്. അതൊരു പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ആ കേസിനെ ഞാൻ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തൊരു ബുദ്ധിമുട്ടാണ്. കുട്ടീൻ്റെ 5-ാം വയസ്സിൽ സ്കൂളുമായി കണക്ട് ചെയ്തേണ്ട ഒരു ഇഷ്യൂവിൻ്റെ മേലെ ഡെവലപ്പ് ചെയ്ത് വന്ന വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഞാനതാ പറയുന്നത്, കുട്ടികൾ വളരുന്ന സാഹചര്യത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെ കൊടുക്കാൻ പറ്റും. ഞാൻ 2 തരം കുട്ടികളെ നിങ്ങളെ മുന്നിലേക്ക് വെക്കാം. ഒന്ന്, കുട്ടികളുടെ കൂട്ടത്തിൽ ഇടതുപക്ഷക്കാരാണോ കൂടുതൽ വലതുപക്ഷക്കാരാണോ? സുന്നി സെൻറ്ററിൽ വന്നിട്ട് ഞാൻ പൊളിറ്റിക്സ് പറഞ്ഞു, ഇനിയിപ്പം നാളെ ആർക്കെങ്കിലും കുറിച്ചിടാനൊക്കെ പറ്റും. കുട്ടികൾ 2 തരമുണ്ട്. ഇടതുപക്ഷക്കാരായ കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ട്, വലതുപക്ഷക്കാരായ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും? 2 പേർക്ക് 2 തരം റോളുണ്ട്. 2 പേർക്കും 2 തരം ഫ്യൂച്ചറുണ്ട്. പക്ഷേ നമ്മളിൽ ഏത് കുട്ടികളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ള നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. 2 തരം കുട്ടികൾ. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നു, ഷൂ എടുത്തിട്ട് റാക്കിൽ വെച്ചു, സോക്സ് അലക്കുന്ന ബക്കറ്റിലേക്ക് മാറ്റി. കുട്ടീൻ്റെ സ്വഭാവം കണ്ടോ? ബാഗ് കറക്റ്റ് സ്ഥലത്ത് വെച്ച്, കുളിച്ച്, ചായ കഴിച്ച്, ടൈം ടേബിൾ എടുത്തു. നാട്ടിലാണെങ്കിൽ പീടികയിലൊക്കെ പോയി വന്നു. ഇവിടെ പിന്നെ അതൊന്നുമില്ല. പഠിക്കാനിരുന്നു, നിസ്കരിച്ചു. രാത്രി ഉറങ്ങാൻ നേരത്ത് നാളത്തെ ടൈം ടേബിൾ എടുത്തു വെച്ചു. വല്ലാത്തൊരു കുട്ടി. കറക്റ്റ് ഓതി, എല്ലാം കൃത്യം, സംശയങ്ങളൊക്കെ ചോദിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് സ്കൂൾ ബസ് വരുമ്പോഴത്തേക്ക് ബാഗും പിടിച്ച് റെഡി, എല്ലാം റെഡി. എന്നാൽ വേറൊന്ന് വരാനുണ്ട്. അതാ ചിരിക്കാന്നറിയാം. എൻ്റെ പേരെന്നാ? ഇന്നെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്ന് വരാനുണ്ട്. ബുക്ക് വലിച്ചങ്ങിട്ട് സോക്സ് ചെരിച്ചിട്ടല്ലാണ്ട് വെക്കൂല. പിന്നെ ഒരു സോക്സ് നോക്കുമ്പം കാണുന്നില്ല, അത് ബാഗിൻ്റെ ഉള്ളിൽ. ടിഫിൻ ബോക്സ് പകുതി കഴുകി വെച്ചിന് പകുതി ഇല്ല. നോട്ട് 4 വഴിക്ക്. തിന്നാൻ ഞാൻ തിന്നോളൂലേ, പഠിക്കാം ഞാൻ പഠിച്ചോളൂലേ, ഉറങ്ങാൻ ഞാൻ ഉറങ്ങിക്കോളൂലേ. രാവിലെ സ്കൂൾ ബസ് വന്ന് വിസിൽ 4 വലി വലിച്ചാലല്ലാണ്ട് ഇവൻ റെഡിയാവില്ല. എന്നാൽ പരീക്ഷ ഹാളിലൊക്കെ എത്തിക്കഴിഞ്ഞ് പരീക്ഷ കുറച്ച് മാർക്കൊക്കെ ഒപ്പിച്ച ആളങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ കയറി പോകും. ഞാൻ ചോദിക്കട്ടെ, ഏത് കുട്ടിക്കാണ് കൂടുതൽ ലൈഫ് ഉണ്ടാവുക? പറഞ്ഞ നാണം കയറണ്ട. 2 പേർക്ക് ലൈഫ് ഉണ്ടാവും. മറ്റേ കുട്ടി നമ്മൾ കളയാൻ പറ്റില്ല. മിക്കവാറും ലോകത്തിലെ നമ്പർ 1 MD-മാരും CEO-മാരും ലീഡേഴ്സിനൊക്കെ നിങ്ങൾ എടുത്തു നോക്കി, ഏത് ടൈപ്പായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഒന്നിനെ വേണ്ടാന്നാ? ടീച്ചേഴ്സ്, സ്കോളേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ് ഒക്കെ മിക്കവാറും ഏതിലാണ് വരിക? ആദ്യത്തേതിലാണ് വരിക. ഞാനൊരു ദിവസം കണ്ണൂരിൽ നിന്ന് എക്സിക്യൂട്ടീവിൽ കയറി, ഇവരെ ഷാജിൻ്റെ ഒക്കെ നാട്ടിൽ എനിക്ക് പ്രൊജക്റ്റ് ഉള്ളപ്പോൾ ഒക്കെ ഞാൻ രാവിലത്തെ ട്രെയിനിന് അവിടെ നിന്ന് AC കയറി ഇങ്ങനെ ഇരിക്കുമ്പം ഡോക്ടർമാരാ കയറിയിട്ടുണ്ടെങ്കിൽ തുറന്ന ഉടനെ തന്നെ കയറി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വലിയ ബുക്ക് എടുത്തിട്ട് മറിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഈ 2-ാം നമ്പറിനുണ്ടോ ബുക്ക്? നമ്മൾ പറയുന്നത് റൈറ്റ് ബ്രെയിനായ ആളുകൾ നിന്നെടുത്തുന്ന സംഗതി ഉണ്ടാക്കും. റൈറ്റ് ബ്രെയിനായിട്ടുള്ള 2 കുട്ടികളെ ഒന്നിച്ചു എന്ന് വിചാരിച്ചോ. എന്നാൽ പെട്രോൾ ബങ്കിൽ കയറിയ പാട് എണ്ണയടിച്ച, നാട്ടിലൊക്കെ അതേ പറയുന്നത്, ഒരുത്തൻ പറഞ്ഞു, എടാ നമുക്കൊന്ന് ഊട്ടി പോയാലോ? അന്നേരം ഇവൻ, എടാ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഉള്ളത് പോരെ, ഒറ്റ പോക്ക് ഊട്ടിയിലേക്ക്. എന്നാൽ ലെഫ്റ്റ് ബ്രെയിൻ ആണെങ്കിൽ, നമ്മൾ നേരത്തെ എല്ലാം കറക്റ്റിൻ്റെ ആളാണെങ്കിൽ അയാൾക്ക് ആദ്യം മാപ്പ് എടുത്ത് നോക്കണം, ഏത് വഴിക്കാണ് ഊട്ടി പോവാ, എവിടെയാ ഹോട്ടൽ അക്കോമഡേഷൻ കിട്ടുക. ഉണ്ടോ? ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന റൈറ്റ് ബ്രെയിൻ ആയിട്ടുള്ള ആളാന്ന് വിചാരിച്ചോ. എന്നാൽ ഈ തട്ടിയൊക്കെ പിന്നെ വരുക. ആദ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ആ സമയത്ത് നിന്നിട്ട് അയാൾ എന്ത് ചെയ്തു? കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. മിക്കവാറും ബിസിനസ്സിലൊക്കെ വേണ്ടത് ഏതാണ്? ഈ സാധനമാണ്. നിന്നെടുത്തെന്ന് വെച്ചിട്ട് അവർ പുതിയ വേറെ കണക്കൂട്ടൽ കൊണ്ട് അധികം കാര്യമൊന്നുമില്ല. എന്നാൽ മാഷന്മാരോ
കണക്ക് കൂട്ടും. എല്ലാം പ്രിൻസിപ്പിൾഡ് ആയിരിക്കും ഇവർ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആരെ അങ്ങക്ക് ഇഷ്ടം? രണ്ടാമത്തെ അമ്മമാർ പറയുന്ന കേട്ടോ, രണ്ടാമത്തെ പോലും. ഒന്നാമത്തെ കറക്റ്റ്, കൃത്യം, പരീക്ഷ, മാർക്ക്, വോളിയം ഓഫ് മാർക്ക്, പഠിപ്പ്, റാങ്ക്, അതിന് ഭയങ്കര ഇഷ്ടം. മറ്റേതിന് ഒന്നിനും പറ്റില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻ്റലിജൻസ്. അഡ്രസ്സ് ചെയ്യണം. ഇവിടെ ജബൽ അലി ഭാഗത്ത് എൻ്റെ ഒരു പയ്യനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം, വിളിച്ചോ, പോയി കണ്ടോ. അധ്യാപക ദിന ഏത് ദിവസം? സെപ്റ്റംബർ 5. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ ഇവിടെ ഉണ്ട്. മിക്കവാറും ജബൽ അലി ജുമൈറ ഭാഗത്ത് അവനൊരു ഷെഫാണ്. എനിക്ക് തോന്നുന്നു ഒരു കൊട്ടാര ഇതിൽ ആരുടെയോ ഇവിടുത്തെ ഷെയ്ഖായിയുടെ ഏതോ ഒരു കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു പ്രാവശ്യം വന്നപ്പോൾ അവൻ എന്നെ സൽക്കാരമൊക്കെ ചെയ്തിരുന്നു. അവൻ എന്നോട് പെർമിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അധ്യാപക ദിനത്തിൻ്റെ അന്ന് അവൻ UK എനിക്ക് നല്ല മെസ്സേജ് അയച്ചു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. ജവാദിൻ്റെ പ്രത്യേകത എന്താ? സവാദിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പേര് പോലും പറയുന്നത് ആളുകൂടി ഉള്ളതുകൊണ്ട് അങ്ങക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. സവാദിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സവാദിന് അങ്ങനെ എഴുതാനും അറിയില്ല, വായിക്കാനും. എന്നാൽ ടെക്നോളജി അത്ഭുതകരമാണ്. ഏത് വർഷത്തെ കഥയാണ് ഞാൻ പറയുന്നത്? മിക്കവാറും 2009 ചോടെയുള്ള കഥയാണ്. ടെക്നോളജി അപാരമാണ്. അന്നേരം തന്നെ ലാപ്ടോപ്പിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിടുക്കൻ കുട്ടിയാണ്. എഴുതും പറ്റില്ല. ഉമ്മ എപ്പോഴും കരഞ്ഞിട്ട് PTA മീറ്റിങ്ങിലൊക്കെ ഞാൻ ഉമ്മാനെ ആശ്വസിപ്പിക്കും, സാരമില്ല. സവാദിൻ്റെ സംഭവം വരാൻ പോകുന്നു. ഒരു ദിവസം ടീച്ചർ അവനോട് ചോദിച്ചു, 2 ദിവസം മുമ്പേ നീ സ്കൂളിൽ വന്നിട്ടില്ല, ലീവ് ലെറ്റർ തന്നിട്ടില്ല, ഇന്നലെയും നീ എന്തുകൊണ്ട് വന്നില്ല? ടീച്ചർ റിട്ടയർ ആയിപ്പം. സവാദ് എണീറ്റ് നിന്നിട്ട് കുപ്പായത്തിൻ്റെ കോളറൊക്കെ നന്നാക്കിയിട്ട്, 9ാം ക്ലാസ്സാണേ, എഴുതാനറിയില്ല, വായിക്കാനില്ല. ടീച്ചറെ, ഇന്നലെ എൻ്റെ പള്ളിയിൽ ഹൗലുണ്ടായിന്, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഉച്ചക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് സ്റ്റാഫ്, ഇത് നടന്ന സംഭവം, സ്റ്റാഫ് റൂമിൽ നിന്ന് സവാദിനെ കുറിച്ച് ടീച്ചർ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഹൗള് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടായിരുന്നു, ഇന്നലെ സവാദ് വരാത്തതിൻ്റെ കാരണം അതാ. അപ്പം എനിക്ക് സംഗതി മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഓരോ പള്ളിയിലും ഓരോ പ്രോഗ്രാമല്ലേ ടീച്ചറെ, അതിപ്പോൾ എല്ലാം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. വൈകുന്നേരം സവാദ് വരാന്തയിലൂടെ 4 ചങ്ങാതിമാർ, അങ്ങനെയാണ് ഇവർക്ക് എപ്പോഴും കൂടെ ചങ്ങാതിമാർ, ഈ പഠിപ്പിസ്റ്റുകൾക്കും ഉണ്ടാവും ചങ്ങാതിമാർ, അല്ലാത്തതിനുണ്ടാവും. ഈ ചങ്ങാതിമാരെ കൊണ്ട് ഇവനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ മെല്ലെ അവനെ വിളിച്ചു. അവനറിയാം എന്തിനാണ് വിളിക്കുന്നത്, ഇതാരോ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവൻ ഇങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും കൂടി കുപ്പായത്തിൻ്റെ കോളർ പിടിച്ചിട്ട് ഇവൻ പറഞ്ഞു, സാറേ, ടീച്ചറെ മുമ്പിൽ ഒരു ആൻസർ കിട്ടിയപ്പോൾ അന്ന് തട്ടി രക്ഷപ്പെട്ട, നിങ്ങളായിട്ട് കൊളാക്കാൻ നിൽക്കണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഏത് സ്കൂളിലാണ് അവനെ ചേർക്കുക തങ്ങളെ? ഏത് സ്കൂളാണ് അവനെ തോൽപ്പിക്കാൻ? 19 ആളുകളുടെ ചീഫ് ഷെഫായിട്ട് ഒരു പണിയെടുക്കില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈസ് കോർഡിനേറ്റിംഗ് എവറിത്തിങ്. 4 മാസം UK വലിയ ഫ്ലാറ്റിൽ കൊട്ടാര സദൃശ്യമായ രീതിയിൽ ജീവിച്ച് പോകുന്ന ഒരു പയ്യന് എഴുതാനും അറിയില്ല. ബട്ട് അവനൊന്നുണ്ടായിരുന്നു, ലൈഫ് സ്കിൽ, പിടിച്ചു നിൽക്കാൻ, സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഗാഡ്ജറ്റുകളെ ഉപയോഗിക്കാൻ. ഈ കുട്ടിയെ പറയാൻ നമുക്കെങ്ങനെ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് സ്കൂൾ സിസ്റ്റത്തിൻ്റെ അകത്ത് കേരളത്തിലും തകരാറുണ്ട്, ഇവിടെയും തകരാറുണ്ട്. പിള്ളേരെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വെറും പുസ്തകങ്ങളും കണ്ടൻറ്റും പഠിക്കുന്ന കാലത്തു നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. കുട്ടികൾക്ക് കൊടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വേറെ അല്ലെങ്കിൽ ഒരൊന്നാം തരം പ്രോഡക്റ്റായിട്ട് ഭൂമിയിലേക്ക് വന്ന കുഞ്ഞുങ്ങളെ നമ്മളായിട്ട് എന്ത് ചെയ്ത് കളയും? വഴികേടിൽ ആക്കിക്കളയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് പോകാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എപ്പോഴും കേൾക്കുന്നതാണ്. അബവാഹു യുഹബ്ബിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സാനി. ഉമ്മയും വാപ്പയുമാണ് അവനെ പല രീതിയിലും വഴികേടിലാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ മനോഭാവം കൊണ്ട് എത്ര കുട്ടികൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടാവും. മദ്രസയിൽ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഞാൻ ഈ മദ്രസ പ്രസ്ഥാനവുമായിട്ട് ഏറ്റവും അധികം ഇടപഴകുന്ന, ഇപ്പം പുതിയ പാഠ്യപദ്ധതികൾ വരാൻ പോകുന്നു. ഡിജിറ്റലൈസ് പാഠ്യപദ്ധതിയാണ് ഞങ്ങളത്. 4ാം ക്ലാസ് വരെയുടെ സമസ്തയുടെ പുസ്തകങ്ങൾ മാറുകയാണ്. നിങ്ങൾക്ക് മിക്കവാറും ഇംഗ്ലീഷ് വേർഷനിലുള്ള പുസ്തകം തന്നെ തരാനുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. സന്തോഷമായില്ലേ? മാത്രമല്ല,
പുസ്തകങ്ങളിൽ 4ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തിൻ്റെ പേജുകളിൽ പലയിടത്തും QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ കുട്ടിക്ക് ആ ഭാഗത്തുള്ള ഖുർആൻ വീട്ടിൽ റിവൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് വരാൻ പോകുന്നത്. വ്യത്യസ്തമായ മാറ്റങ്ങളാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കുട്ടീനെ മനസ്സിലാക്കാത്ത ഉമ്മയും ഉപ്പയും ഉണ്ടാകുമ്പം ആ വീട്ടിൽ കുട്ടിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രഷർ, സമ്മർദ്ദം. ഒരാളുടെ തലച്ചോറിൽ പ്രഷർ വരുമ്പം, സ്ട്രെസ് വരുമ്പം അയാളുടെ മനസ്സ്, ബാക്കി നിങ്ങൾ പറയാം, എന്താകും? മലിനമാകും. മനസ്സ് മലിനമാകും. മനസ്സ് മലിനമായ, ബ്രെയിനിൽ പ്രഷറുള്ള ഒരു കുട്ടിനെ എങ്ങനെയാണ് നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഒരു പാഠ്യപദ്ധതിക്ക് പറ്റുക? എങ്ങനെയാണ് ഒരു ഉസ്താദിന് സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് വലിയ റോളുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുട്ടിയെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇനി ചോദ്യങ്ങൾ ചോദിച്ചോളൂ. മീൻസ് ഞാനീ പറഞ്ഞതിൻ്റെ ബേസിലും അല്ലാത്തതിൻ്റെ ബേസിലും കുട്ടികളുടെ വളർച്ചയും പെരുമാറ്റവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉള്ള ഞാൻ ഇൻഷാല്ലാ നാളെയും കൂടി രാത്രിയും കൂടി ദുബൈയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമുക്ക് കുട്ടികളെ കാണാം. മൈക്കൊന്ന് കൊടുക്കാം. ഹസൻ, ഈ മൈക്ക് ഞാൻ എടുക്കാം. സ്ത്രീകളും ചോദിച്ചോട്ടല്ലേ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സമീറാണ്. മോന് 10 വയസ്സായി, മോൾക്ക് 12 വയസ്സ്. അപ്പോൾ മോന് ഈ വായിക്കാനും എഴുതാനൊക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രീതിയിലൂടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും അത് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷെ കേട്ടാൽ ഓർമ്മിക്കും. കേട്ട് കഴിഞ്ഞാൽ ഓർമ്മിക്കും. എഴുതാനും വായിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല, അതിനുള്ള ഒരു എഫേർട്ടും കൊടുക്കില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് അത് ആവശ്യമുണ്ടോ? അത് നല്ല ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ. ഈ സമാനമായ ഇഷ്യൂസുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പലവരെയും ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്, അവിടെയും കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കുട്ടി എവിടെ ഉണ്ടെങ്കിൽ കുട്ടി ഒന്നും വിചാരിക്കരുത്. കുട്ടി ഏറ്റവും നല്ല കുട്ടിയാണ്. മിക്കവാറും നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം, സമീർ, വൈഫ് കൂടി ഉണ്ടോ? കേട്ടോട്ടെ അല്ലേ. അതായത് മിക്കവാറും നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നത്തെ നമ്മൾ ഇന്നത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്തും ഇങ്ങനത്തെ കുട്ടികൾ ഗിഫ്റ്റഡ് ചൈൽഡാണ്. അതിനെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടീനെ ഗിഫ്റ്റഡ് ചൈൽഡ് വിളിക്കുന്നത് ബിക്കോസ് അവരെ മിക്കവാറും LD എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ്. ലേണിംഗ് ഡിസബിൾഡ് ആണ്. ഈ ബൾബ് കണ്ടുപിടിച്ച ആളെ പേരെന്നേനും തോമസ് ആൽവ എഡിസൺ. ക്രിക്കറ്റിലെ ദൈവം എന്നറിയപ്പെടുന്ന ആളുടെ പേരെന്നേനും അങ്ങനെ വിളിക്കാൻ പാടില്ല, സച്ചിൻ ടെണ്ടുൽക്കർ. വേൾഡിലെ ഏറ്റവും നല്ല ചിത്രകാരൻ്റെ പേരെന്നായിരുന്നു ലിയോണഡോ ഡാവിഞ്ചി. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പ്രോബ്ലമായിരുന്നു എഴുത്തിലും വായനക്കും പ്രശ്നം. ആൽവ എഡിസനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ക്ലാസ് ടീച്ചർ കൊടുത്ത കത്തിൽ യുവർ തോമ ഈസ് സ്റ്റുപ്പിഡ്, ടേക്ക് ഹിം ബാക്ക് ഹോം. തോമ പൊട്ടന, കൂട്ടിക്കോ പറഞ്ഞു. എന്നിട്ട് ടീച്ചറുടെ പേര് ചരിത്രത്തിൽ എവിടെയില്ല, പക്ഷേ ടീച്ചറെ ഈ കുട്ടിനെ ഏറ്റെടുത്ത അമ്മയുടെ പേര് നാൻസി എന്നാണ്, സ്വന്തം അമ്മ. അമ്മ ഒരു വർത്താനം പറഞ്ഞു മനസ്സിനോട്, മൈ തോമ ഈസ് ബ്രില്യൻറ്റ്, ഐ വിൽ ടീച്ച് ഹിം. എന്തുകൊണ്ട് എഴുതാനും വായിക്കാനും ഈ കുട്ടിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ എഴുത്തിൻ്റെയും വായനയുടെയും മേഖലയുടെ പാർട്ട് മാത്രം വേണ്ട പോലെ ആക്റ്റീവ് അല്ലാതിരിക്കുക. എന്തുകൊണ്ട് സംഭവിക്കാം? ഗർഭപാത്രത്തിലിരിക്കുമ്പം ഇതെല്ലാം ഒരു പക്ഷെയാണ്. ഗർഭപാത്രത്തിലിരിക്കുമ്പം കുഞ്ഞിന് ഉമ്മക്ക് ടെൻഷൻ ഉണ്ടാകാം, എന്തെങ്കിലും കാരണം കൊണ്ട്. പ്രസവ സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, പ്രസവത്തിന് ശേഷമുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടാകാം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലാണിത് മനസ്സിലാവുക. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളൊക്കെ. എന്നാൽ ആ കുട്ടിയുടെ IQ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അപാര ബുദ്ധിയായിരിക്കും. അല്ല, അത് നിങ്ങൾ പറഞ്ഞില്ലേ, ബുദ്ധിയാണ്. ഇപ്പം ഈ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് പരീക്ഷകളും പഠനവും എഴുത്തും വായനയും കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ട് കുറച്ച് അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. 2, എഴുതുകയും വായിക്കുകയും ചെയ്യാത്തതുകൊണ്ട് കുട്ടിക്ക് സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും മാർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അയാളെ മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ടാവും, ഐ ആം നോട്ട് ഓക്കെ, ഞാൻ അത്ര ഓക്കെ അല്ല. നിങ്ങളും ചിലപ്പോൾ അറിയാണ്ട് ഒരു ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ അയാളെ മനസ്സിലത് വന്നിട്ടുണ്ടാവും. അതിനെ ഇല്ലാണ്ടാക്കി കൊടുക്കാനുള്ള സെൽഫ് എസ്റ്റീം ട്രെയിനിങ് എന്ന് പറയും.
അങ്ങനത്തെ സംഗതികളും കൂടി ചെയ്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ളൊരു മേഖലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ടെക്നോളജിയുടെ ഫീൽഡിൽ, ക്രിയേറ്റിവിറ്റിയുടെ ഫീൽഡിൽ, ലീഡർഷിപ്പിൻ്റെ ഫീൽഡിലൊക്കെ അത്ഭുതകരമായ സാധ്യതകളുള്ളൊരു കുട്ടിയാണ്. മിക്കവാറും ബൈ ബർത്തിൽ സംഭവിച്ചതാകാനാണ്. ധാരാളം ടെസ്റ്റുകൾ ഇന്ന് കേരളത്തിൽ അതിലുണ്ട്. ഞാൻ കണ്ടെടുത്തോളം എമിറേറ്റ്സിലുള്ള അറബികളുടെ മക്കളിൽ ഒരു ഭൂരിപക്ഷം പിള്ളേർക്കും അതുണ്ട്. കഴിഞ്ഞ ദിവസം ഒമാൻ എന്നൊരു ഒരാൾ കണ്ണൂരിൽ വന്ന് താമസിച്ച് ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരാഴ്ചയോളം ഇങ്ങനെ പ്രോബ്ലം ഉള്ളൊരു കുട്ടിയുടെ ഇൻ്റർവെൻഷന് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി പൊട്ടനല്ല, പ്രശ്നക്കാരനല്ല, ഒരു രീതി പറഞ്ഞാൽ ഗിഫ്റ്റഡാണ്. പക്ഷേ ഒരു കൃത്യമായി 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതോട് നല്ല ടൈമാണ്. ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഇൻ്റർവെൻഷൻ നടത്തിയിട്ട് ആളെ ഡെവലപ്പ് ചെയ്യുക. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് ആളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് കറക്റ്റായിട്ട്. ഒരു ബേജാറും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകേണ്ട. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിങ്. ഒരു 4-5 പേരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് കുറേ ഏരിയകൾ തുറന്നു കിട്ടും. ടാബിന് അഡിക്റ്റാണ്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ പഠിക്കാനൊക്കെ മിടുക്കനാണ്, പക്ഷെങ്കിൽ 12 വയസ്സ്. എന്താ ചെയ്യുക? ഗെയിമിന് ഇറ്റ്സ് ഓക്കെ. അത് നിങ്ങൾ പറയണ്ട. നമ്മളെ ടോപ്പിക്കിലൊന്ന് ഞാനത് പറഞ്ഞതിനായിരുന്നു. ഇന്ന് ഞാൻ കേരളത്തിലെ മഹല്ല് ജമാഅത്തുകൾക്ക്, ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ, എവിടെയെങ്കിലും മലപ്പുറത്തോ തൃശ്ശൂരിലോ ഒരു മഹല്ല് സംഗമത്തിന് ചെന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, അടിയന്തരമായി പള്ളി കമ്മിറ്റികൾ ഇനി ചെയ്യേണ്ടത് പുതിയ അറബി കോളേജുകൾ ഉണ്ടാക്കലല്ല, അതിന് പകരം കുറച്ചുകൂടി നല്ലത് ഡി അഡിക്ഷൻ ലാബുകൾ തുറക്കലാണ്. തങ്ങളെ വലിയൊരു സംഗതിയാണ്. ഡി അഡിക്ഷൻ ലാബുകൾ നമ്മൾ തുറക്കണം. വലിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് കൂടുതലുള്ളത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോകുന്നത്? എല്ലാ അഡിക്ഷനും ശീലമാണ്. എങ്ങനെയാണ് അഡിക്ഷൻ? നിങ്ങളതിനെ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഞാനിപ്പോൾ ആ ഉമ്മ ഉത്തരം പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഉമ്മ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഞാൻ യൂസ് ചെയ്യുന്നില്ലേ? നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല? എല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ? പിന്നെ എപ്പോഴാണ് ഇത് അഡിക്ഷൻ ആവുന്നത്? ഒരു 5 hours കൂടുതൽ ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിന് അഡിക്ഷൻ്റെ ഭാഗത്ത് കൂട്ടാം. നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. മൊബൈൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തല്ല, അഡിക്റ്റഡ് അല്ല. നിങ്ങളങ്ങനെ നോക്കുന്നു ഒരു 3 ദിവസം? ഞാനും മൊബൈൽ ഉപയോഗിക്കാറില്ല, അവൻ്റെ മുമ്പിൽ ഉപയോഗിക്കാറില്ല. പക്ഷെങ്കിലും ഇനി നിങ്ങൾ വർത്താനം പറയല്ല പ്ലീസ്. ആ മൈക്കിങ് വാങ്ങിയിട്ട് അല്ല തന്നെ. ഉമ്മ നല്ല ബോധമുള്ളൊരു ഉമ്മയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും വിചാരിക്കും അവൻ്റെ മുമ്പിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ കണ്ണും കാതും തുറന്നിങ്ങനെ നിൽക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത് അവർ ഗാഡ്ജറ്റുകളുടെ എന്താ നമ്മൾ പറയുക, ഇൻമേറ്റ്സ് നാറ്റീവ്സാണ്. നമ്മൾ മൈഗ്രൻസാണ്. നമ്മൾ ഹിജറ പോയതാ അതിലേക്ക്. നമ്മൾ ജനിക്കുമ്പോൾ ഇത് സാധനം ഇല്ലല്ലോ ഭൂമിയിൽ, പിന്നെ വന്നതാ നമ്മൾ. അനീഷ് ഓക്കെ, 1 മണിക്കൂർ. അതാ നിങ്ങൾ കുട്ടികളെ ഞാനത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ബീറ്റ ജനറേഷൻ എന്നാണ് കുട്ടി മിസോറാമിൽ ജനിച്ചു. എന്തിനാ ലോകത്ത് വാർത്തയായത്? എന്തിനും വാർത്തയായത്? എന്താ വിഷയം എന്നറിയോ? ഇനി ജനിക്കുന്ന പിള്ളേരെ നോക്കിക്കോ, നിങ്ങളെ വെറുതെ വിടൂല മാഷന്മാരെ, ടീച്ചർമാരെ, ഉമ്മമാരെ എന്നുള്ളതാണ് മെസ്സേജ്. അപ്പോൾ കൂടുതൽ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ അതാണ് അഡിക്ഷൻ. നിങ്ങൾ ആലോചിക്കാം. അപ്പം ഞാനൊക്കെ സാധാരണ ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ അയൽവാസി ഒരു ഉമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൻ്റെ ജനൽ ചില്ല് 10ാം ക്ലാസ്സിൽ കൂടെ ചെക്കൻ തച്ചു തകർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ പ്രശ്നം? അല്ല അത് നിങ്ങളൊന്ന്, ഞാനെന്ത് ചെയ്തു, മൊബൈൽ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. ഈ അഡിക്ഷൻ വരുന്നൊരു കുട്ടി അപ്പോൾ എന്താ പ്രശ്നം? ഇക്കാക്ക മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. ഇക്കാക്ക മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവൻ കൂടുതൽ യൂസ് ചെയ്യുന്നു. രാത്രി 2 മണി വരെയൊക്കെ യൂസ് ചെയ്ത് ഗെയിം കാണുന്നത് കണ്ടപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അത് വാങ്ങി വെച്ചിട്ട് പൂട്ടിയിട്ട് പണിക്ക് പോയി. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുമോനെ? ഒരു സംഗതി അഡിക്ഷൻ ആവുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ അത് പറയാം. നമുക്ക്
ഇഷ്ടമുള്ളൊരു സംഗതി ഇഷ്ടമുള്ളൊരു സംഗതി നമ്മൾ കിട്ടിയാൽ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യും. ഹലാവത്ത് എന്ന് പറയില്ല, നമ്മളൊരു രസം. പക്ഷെ ചിലർക്ക് നിസ്കരിക്കുമ്പോൾ അതങ്ങനെ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താ കാര്യം? അയാളുടെ ഹൈപ്പോതലാമസിൽ ഡോപ്പമിൻ എന്ന് പറയുന്നൊരു സാധനം വർക്ക് ചെയ്തിട്ട് അത് ഒരു സുഖമായിട്ട് ഇങ്ങനെ തോന്നിപ്പിക്കും. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും എന്തുണ്ട്, ഓരോ തരം സുഖങ്ങളുണ്ട്. എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, പഴംപൊരി എവിടെ കണ്ടിയാലും വണ്ടി നിർത്തും. അവൻ്റെ പ്രശ്നം എന്താ? അവന് എന്നെ പഴംപൊരിക്കുന്നതിന് നാട്ടിലെ പേര് രജീഷോ, പല പേരുണ്ട്. ഏത് കണ്ടാലും അവൻ അത് നിർത്തും. അവൻ അഡിക്റ്റാണ്. അവനെങ്ങനെ വന്ന് ഒരു സുഖം കിട്ടി, രണ്ടാമത്തെ സുഖം കിട്ടി, മൂന്നാമത്തെ സുഖം കിട്ടി, പിന്നെ സുഖത്തിൻ്റെ സുഖം കിട്ടിയിട്ട് തലച്ചോറ് അതിനനുസരിച്ചിട്ട് ക്ലിയറായി നിന്നു. മൊബൈലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? തുടക്കത്തിൽ തന്നെ നീ എത്ര മണിക്കൂർ ഉപയോഗിക്കലുണ്ട്? എസെൻഷ്യൽ എത്ര മണിക്കൂർ പറടാ, സത്യം പറ. ഒരു 3.5 മണിക്കൂർ. ഒന്ന് സമാധാനത്തിലാണ് സ്ഥിരമായി. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ ചെയ്യേണ്ടത് കൊടുക്കാം, മാറ്റിവെച്ച് ടൈം കൊടുത്തിട്ട് നിങ്ങൾ ശീലമാക്കിയിട്ടില്ലെങ്കിൽ ഉമ്മാനും ഇപ്പാക്കൊക്കെ പണി തന്നിട്ട് ഈ കുട്ടി സൈക്കിളിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഓൾ ഓഫ് എ സഡൻ മാറ്റി വെക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇയാളെ ബ്രെയിൻ സിസ്റ്റത്തിൽ ഈ സാധനം ഡോപ്പമിൻ അങ്ങനെ തന്നെ. അതല്ല, നിങ്ങൾ കള്ള് കാണുമ്പോൾ കള്ള് കുടിക്കുന്ന ഒരാളെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് തിരിച്ചുകൊണ്ടാന്ന് വിചാരിച്ചോ? അപ്പം നമ്മൾ പറയുന്നൊരു വിഷയം എന്താ? കള്ള് ഷാപ്പുകൾ കാണാൻ പാടില്ല, കള്ളിൻ്റെ ബോഡിൻ്റെ കാണാൻ പാടില്ല കുറച്ച് കാലത്തേക്ക്. അയാളുടെ ഉള്ളിൽ ഈ സാധനം ബ്രെയിൻ പിന്നെയും തിരിച്ചു കൊണ്ടുപോകും. എല്ലാ ഡി അഡിക്ഷനും അങ്ങനെ. അതുകൊണ്ട് ആ ഉമ്മാനോടും ബാക്കിയുള്ള ഉമ്മമാരോടും ഞാൻ പറയുന്നത്, മൊബൈൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയെ നിങ്ങൾ വിചാരിക്കേണ്ട ഓൾ ഓഫ് എ സഡൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. അപകടങ്ങൾ ഉണ്ടാക്കും, കുഴപ്പങ്ങളിലേക്ക് പോകും, പുതിയ വൈകല്യങ്ങളിലേക്ക് പോകും. എന്നാൽ മൊബൈൽ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് അപകടമാണ്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും ആദ്യം കുട്ടിൻ്റെ മുമ്പിൽ മോഡലുകൾ കാണിക്കണം. 2, ഒരു സ്ക്രൂ എത്രത്തോളം ഇങ്ങോട്ട് മുറുക്കിയിട്ടുണ്ടോ, ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കൂ, എത്രത്തോളം ഇങ്ങോട്ട് മുറുക്കിയിട്ടുണ്ടോ അത്രത്തോളം തിരിക്കണം. എന്ത് ചെയ്യാൻ? വലിച്ചെടുക്കണമെങ്കിൽ. ആം ഐ റൈറ്റ്? ശരിയല്ലേ പറഞ്ഞത്? ഒറ്റയടിക്ക് വലിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് എത്ര അത് അഡിക്ഷൻ ആകാൻ, ശീലമാകാൻ ആ കുട്ടിയുടെ ഉള്ളിൽ എത്രത്തോളം ഇങ്ങോട്ട് മുറുക്കിയിട്ടുണ്ടോ അത്രത്തോളം തിരിച്ചു എടുക്കാൻ നമുക്ക് പറ്റും. സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങളെ കുട്ടി നമ്പർ 1 ഈ ഉമ്മ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പമാർ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം ധാരാളം ടെക്നിക്സ് ഉണ്ട്. ഞങ്ങൾ കൗൺസിലിങ് തെറാപ്പികളിലൊക്കെ പല ടെക്നിക്സും അപ്ലൈ ചെയ്യും. ഉമ്മാക്ക് ട്രെയിനിങ് കൊടുക്കും, ചിലപ്പോൾ മരുന്നും കൊടുക്കേണ്ടി വരും. കാരണം ഹൈലി ഇയാളുടെ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഹൈപ്പോതലാമസിൽ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മരുന്നും കൂടി കൊടുക്കേണ്ടി വരും. നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം തൽക്കാലം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരാഴ്ചക്കേക്ക് 5 മണിക്കൂർ കാണുന്നതിനെ 4.5 മണിക്കൂറാക്കാൻ പറ്റുക. ഇടയ്ക്കിടയ്ക്ക് ടൈമിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവെൻഷൻ എടുക്കുക, കംപ്ലീറ്റ് വിത്ഡ്രോ ചെയ്യാതിരിക്കുക. ആ സമയത്ത് വേറെന്തെങ്കിലും പകരം കൊടുക്കാം. ആ സമയത്ത് വേറെ എന്ത് ബുക്ക് വായിക്കാൻ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. വേറെന്തെങ്കിലും ആക്ടിവിറ്റി, പന്തെടുത്ത് കളിക്കാനോ, ഞാനൊന്നും ഇവിടെ അത്ര വർക്കൗട്ട് ആവില്ല, പക്ഷെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് ഒരാഴ്ചക്കേക്ക് 1/2 hour കുറക്കുമ്പോൾ അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കാം. ഫിസിക്കൽ എക്സസൈസുകൾ കൂട്ടാന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ഇവിടെയെല്ലാം ഈ വെബ് മേഖലകളിലെല്ലാം സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, എത്രത്തോളം ഗാഡ്ജറ്റിൻ്റെ മുമ്പിലിരിക്കുന്നോ അതിനനുസരിച്ചിട്ട് ഫിസിക്കൽ എക്സസൈസ് കൂട്ടണം എന്നാണ് പറയുക. വെബ് ഡെവലപ്പേഴ്സിനൊക്കെ അത്. കാരണം അവർക്ക് അത് ഫിസിക്കൽ എക്സസൈസ് കൂട്ടിയില്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 1/2 മണിക്കൂർ കുറക്കുക, ഫിസിക്കൽ എക്സസൈസ് കൂട്ടുക, ഓട്ടം ചാട്ടമൊക്കെ കൂട്ടുക, ബീച്ചിലൊക്കെ കൊണ്ടുപോയി നല്ലോണം ഓടിക്കുകയൊക്കെ ചെയ്യുക, വിയർക്കുക. അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ 1/2 മണിക്കൂർ കുറക്കുക. പകരം വേറെന്തെങ്കിലും ചിത്രം വരയ്ക്കുന്ന പോലെ, പാട്ട് കേൾക്കുന്ന പോലെ, കളിക്കുന്നത് പോലെ വേറെന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അതൊരു ടേബിളായിട്ട് ഇത്ര മണിക്കൂർ എന്ന് റെക്കോർഡ് വെച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 5 മണിക്കൂറോ 6 മണിക്കൂറോ കുറച്ചിട്ട് 2-3 മണിക്കൂറിലേക്ക് എത്തിക്കാൻ പറ്റും. ബാക്കിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓൾ ഓഫ് എ സഡൻ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ധാരാളം അപകടങ്ങൾ എസ്പെഷ്യലി 10 വയസ്സിന് ശേഷമുള്ള കുട്ടികളുണ്ടാക്കും. മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടിട്ടുള്ളത്? 1, ഇൻഡിഫറൻസ് കൂടുതലാണ്. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിസ്സംഗത കൂടുതലാണ്. ഉമ്മ വാപ്പ എന്ന് പറയുന്ന വലിയ കാര്യത്തിൽ വലിയ ഫീലിങ്സിനൊന്നും
വലിയ സ്ഥാനം ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് ഇങ്ങനത്തത് കണ്ടിട്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഇമോഷണൽ ഔട്ട് ബേസ്റ്റ്, പൊട്ടിത്തെറി വളരെ കൂടുതലാണ്. ഭയങ്കരമായിട്ട് അവർ എന്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ പൊട്ടിത്തെറി കാണിക്കും. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അവർ ഒരു തരം ഒരു ഹയാലിയായ ഒരു ഭാവനാത്മകമായൊരു ലോകത്ത് കൂടുതൽ നേരം സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ലഹരി, ഇറ്റ്സ് ഓക്കെ പോട്ടെ, ഇത് മൊബൈൽ വിടും. ഒരു കുട്ടി ലഹരിക്കടിമയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളെ നാട്ടിലും അതുണ്ട്, ഞാനിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട് എന്നാ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കുറവാണ്, പക്ഷെ നാട്ടിൽ കൂടുതലാണ്. ഒരു കുട്ടി, നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ കുടുംബത്തിലൊരു കുട്ടി, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ഇപ്പം നാട്ടിൽ ഞാനിപ്പോൾ പലയിടത്തും ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തുടങ്ങാൻ ആരോടെങ്കിലുമൊക്കെ ഒരു സ്പോൺസർഷിപ്പിനൊക്കെ ചോദിച്ച് നടക്കുന്നൊരു നല്ലൊരു സെൻറ്റർ, ഒരു ഇസ്ലാമിക് ആയ രീതിയിൽ. എങ്ങനെ മനസ്സിലാവും ഒരു കുട്ടി ലഹരിക്കടിമയായി എന്നുള്ളത്? കാണുന്നൊന്നുമില്ല നമ്മൾ. നിങ്ങൾക്കറിയാം, കുട്ടികൾ പല രീതിയിലുമാണ് യൂസ് ചെയ്യുന്നത്. കുട്ടികൾ സ്മെല്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. ഈവൺ നമ്മളെ പിന്നെ ഇതില്ലേ വൈറ്റ്നറില്ലേ മായ്ക്കുന്ന, അതിൻ്റെ സ്മെല്ല് പോലും അഡിക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുടെ സ്മെല്ല് ചെയ്യുന്നതുണ്ട്, വായിൽ വയ്ക്കുന്നതുണ്ട്, ഗുളികയായിട്ട് കുടിക്കുന്നുണ്ട്, ചവക്കുന്നതുണ്ട്, ഇഞ്ചെക്ട് ചെയ്യുന്നത്, ഇങ്ങനെ പലതുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാട്ടെ, ഒരു ലക്ഷണം പറഞ്ഞാട്ടെ ഈ കുട്ടീനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു നമുക്ക് വലിയ കാര്യങ്ങൾ ചെറുത്ത് ടോക്കറ്റീവ് അല്ല ആണോ? കൂടുതലും അവർ ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങൾക്ക് നിന്ന് തരുന്നത് കുറയും. അതുവരെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് നിന്ന് തരില്ല. പല വിദ്യാലയങ്ങളിൽ നിന്നും ഇപ്പം മുസ്ലിം കുട്ടികൾ കൂടുതലുള്ള വിദ്യാലയത്തിൽ തന്നെ ഇപ്പം കുട്ടികളിൽ നിന്ന് പിടിക്കുന്ന ഒരു സാധനം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? പറയട്ടെ, അത്തറാണ്. അപ്പോൾ മാഷന്മാറിയായിരിക്കും മുസ്ലിം കുട്ടികൾ നല്ലോണം അത്തറൊക്കെ പറ്റി. എന്തിനാ ഈ അത്തർ യൂസ് ചെയ്യുന്നത്? സ്മെല്ല് ഒഴിവാകാൻ വേണ്ടി കുട്ടികൾ എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടായി പിടിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾ ബാഗിൽ അത്തർ കൊണ്ടുവരുന്നു, സ്മെല്ല് കൊണ്ടുവരുന്നു. അപ്പോൾ ആൻഡ് സെക്കൻഡ് തിങ്, ഫുഡ് കുറയും, പകരം എന്ത് കൂടും? വെള്ളം കുടിക്കുന്നത് കൂടും. അസ്വാഭാവികമായിട്ടേ, സാധാരണ ഇനിയിപ്പോൾ വീട്ടിൽ പോയിരുന്ന പിള്ളേർ അധികം വെള്ളം കുടിക്കുന്നതായിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ കൂടാൻ നിൽക്കണ്ടാവും. അങ്ങനെ അസ്വാഭാവികമായിട്ട് ഇയാൾ വെള്ളം അധികം കുടിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിച്ച് വയ്ക്കുക, എന്തോ സംതിങ് ആൻഡ് പൊട്ടിത്തെറിക്കും. എന്തെങ്കിലും സംഗതി പറഞ്ഞാൽ സാധാരണ നിലക്കുള്ള ദേഷ്യമല്ല, അത് കൗമാരപ്രായത്തിലുണ്ടാവും. നമ്മൾ വിചാരിക്കാത്തൊരു നിലക്ക്, പഠിച്ചോൻ ഇത് എൻ്റെ മോനാണോ, ഉസ്താദ്മാരാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ നിന്നാണോ എന്ന നിലക്കുള്ളൊരു വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ, പിന്നിൽ വേറെന്തോ സംഗതി. പിന്നെ ഉറക്കമില്ലാതിരിക്കും. പിന്നെ കുറേ കൂടി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൽ തിളക്കം കുറയും വിവാഹത്തിൽ. അതിന് കുട്ടികൾ ഒപ്പിക്കുന്ന പരിപാടി എന്താ? പറഞ്ഞോളൂ. സുറുമ ഇട്ടിട്ട് നടക്കുന്നത്. ഭർത്താക്കന്മാരൊക്കെ പലപ്പോഴും, ആണുങ്ങൾ പലതും സ്ത്രീകളോടാണ് പറയുന്നത്, ആണുങ്ങൾ പലരും ചെറുപ്പത്തിലേ സുറുമയിടുന്നവരുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസമല്ലേ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് സുറുമയെല്ലാം കണ്ടിട്ട് വീട്ടിൽ ഉപ്പാനോട് പോയിട്ട് കഞ്ചാവ് അടിക്കുന്നതെന്ന് പറയാൻ നിൽക്കണ്ട. ഇതെല്ലാം പിന്നിൽ നോക്കിയിട്ട് പറയട്ടെ. സുറുമയിടും, കൺമഷിയിടും കുട്ടികൾ. കാരണം കണ്ണിൻ്റെ ക്ലെയർ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പല പരിപാടികളും ഒപ്പിച്ചിട്ടാണ് ഇന്നത്തെ പിള്ളേർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഈ രണ്ട് തരത്തിലുള്ള അഡിക്ഷൻ, ഒരു ഭാഗത്ത് സബ്സ്റ്റൻസിൻ്റെ അഡിക്ഷൻ, മറ്റൊരു ഭാഗത്ത് ഡിജിറ്റൽ അഡിക്ഷൻ, ഇത് രണ്ടും ഉണ്ടായി നമ്മളതിൻ്റെ മേലെ വാദം പറഞ്ഞ് അങ്ങനെ നടന്നാൽ മതി. സത്യം ഇതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത് മഹല്ലുകളും മദ്രസകളും പ്രസ്ഥാനങ്ങളും PTA മീറ്റിങ്ങുകളും പാരൻസും ഒക്കെ അഡ്രസ്സ് ചെയ്ത് രക്ഷപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. ധാരാളം ഡി അഡിക്ഷൻ ലാബുകൾ നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് തുറന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. 2 ചോദ്യങ്ങൾ ചോദിച്ചു. നെക്സ്റ്റ്. ഇനി ഞാൻ കുറേ സമയം എടുത്തു പോയി, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്. എനി ക്വസ്റ്റ്യൻ പ്ലീസ്? ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാം അല്ലേ? എൻ്റെ മക്കൾക്ക് സ്കൂൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. എന്ത് ഉണ്ടാകുന്നു? ഈ ഉമ്മാരിപ്പാനി പാരമ്പര്യമായിട്ട് മക്കൾക്ക് പഠിപ്പിക്കും. വളരെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അതിൽ ഇനി എനിക്കത് മനസ്സിലായി, നല്ല ടോണെന്ന് തന്നെ മനസ്സിലായി. പാരമ്പര്യത്തിനേക്കാളും ഈ പഠിക്കാനുള്ള സ്റ്റൈൽ പാരമ്പര്യമല്ല.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 7 വയസ്സ് വരെയുള്ള പ്രിൻറ്റിൽ വീട്ടിലെ സാഹചര്യത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും കുട്ടി ഗ്രാസ്പ് ഇഷ്ടം പോലെ ഞാൻ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്, എനിക്ക് ഈ ഓത്ത് മതി, ഹിഫ്ല് മതി, ഇങ്ങനത്തതൊക്കെ മതി, സ്കൂളിലൊന്നും അധികം ഞാൻ പോകുന്നില്ല, പോയാൽ ഇങ്ങനെയൊക്കെ ആവുന്നൊരു നോഷൻ കുട്ടിയുടെ ഉള്ളിലുണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കുട്ടി വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അവിടെ നിന്നോട്ടെ. എന്നിട്ട് അതിന് മിനിമം വേണ്ടതിനെ പ്രഷർ കൊടുക്കാതെ അങ്ങനെ അങ്ങ് വളർത്തി കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക. ഒരു വീട്ടിലെ മുഴുവൻ കുട്ടികളും അത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആറ്റിറ്റ്യൂഡിൽ മിക്കവാറും അങ്ങനെ ഒരു സംഗതി ഉണ്ടായാലേ എല്ലാ കുട്ടിയിലും അത് വരാൻ ചാൻസ് ഉള്ളൂ. ജന്മന അല്ല, അത് ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ്. പിന്നെ അതിനവർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ ടോട്ടൽ ഒരു മൂന്ന് കുട്ടികളാണെങ്കിൽ അവർ വെച്ച് ഗ്രൂപ്പ് തെറാപ്പിയൊക്കെ ചെയ്ത് കുട്ടീൻ്റെ കഴിവുകളൊക്കെ കണ്ടുപിടിച്ച് വികസിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു ഇൻ്റർവെൻഷനൊക്കെ ഉണ്ടാക്കാം. ഈ പാരൻസിൻ്റെ ചോയ്സാണ്. നമ്മളൊരു പൊതുവേദിയിൽ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വേറൊന്നും പറയുന്നില്ല. ആറ്റിറ്റ്യൂഡാണ്. അവർ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ അത്തരം ആ ഒരു പ്രിൻ്റ് കുട്ടിക്ക് എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ വരുന്നത്. പ്രത്യേകിച്ചും എൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. OCD അതിങ്ങനെ തന്നെ വരുന്നത്. OCD മീൻസ് ഒസ്വാസ് ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒബ്സഷൻ, അതായത് വാതിൽ പൂട്ടിയോ നോക്കി പിന്നെയും പൂട്ടി അവസാനം തുറന്നിട്ട് കിടന്നുറങ്ങാൻ പോകുന്നത് ഗ്യാസ് ഓഫാക്കി. ഒസ്വാസിൻ്റെ മേലെയാണ് ഈ സംശയങ്ങൾ കൂടുതലും. വളരെ ആണുങ്ങൾക്കാണോ കൂടുതൽ, പെണ്ണുങ്ങൾക്കാണോ? ധൈര്യമായിട്ട് പറഞ്ഞോ, മാറേണ്ട ഇപ്പുറത്തല്ലേ നമ്മളുള്ള. കുറേ കാലം വരെ പെണ്ണുങ്ങൾക്കായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ആൺകുട്ടികളിലും ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ട്. മരണഭയം കൂടുതൽ കണ്ട ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും ഇപ്പോൾ നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ OCDയും വരുന്നത് സാഹചര്യത്തിന്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും നോക്കുമ്പോൾ ഉമ്മമ്മാൻ്റെ ഉമ്മാക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെ കഴുകിയിട്ട് വൃത്തിയാക്കി പിന്നെയും വൃത്തിയാക്കി. ഞാൻ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാലും ടോയ്ലറ്റിൽ 1.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടും പിന്നെയും ചെയ്യാവാത്ത ആളുകളുണ്ട്. വെള്ളം മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു ഉമ്മാക്ക് പുറത്തിറങ്ങിയാൽ, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന്, ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മുറ്റത്തിറങ്ങിയാൽ മാക്സി മാറ്റണം. അപ്പോൾ എന്തൊരു കഷ്ടമാണ് അവരുടെ ലൈഫ്. ഇതെല്ലാം സാഹചര്യം. ഞാനതുകൊണ്ടാണ് 7 വയസ്സിൻ്റെ പ്രിൻ്റ് അത് ചെറിയ കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ നമുക്കൊരു വലിയൊരു ഏരിയ ഓഫ് ഡിസ്കഷനാണ്. നിങ്ങളെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം അതിനെ ഡിലീറ്റ് ചെയ്യണം. അതാണ് മാർഗം. അവിടെയാണ് പാരൻറ്റിങ്. നിങ്ങൾ 7 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തോന്നലിനെ ഉറങ്ങുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴായിരിക്കും അത് പുറത്തേക്ക് ചാടി. ഞാനൊരു കുട്ടീൻ്റെ കേസ് സ്റ്റഡി പറഞ്ഞാൽ നിങ്ങൾക്ക് രസമായിട്ട് തോന്നും. ഞാനൊരു ഉസ്താദിൻ്റെ മോളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു എൻ്റെ അടുത്ത്. കുറേ മുമ്പാണ്, ഉസ്താദിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കുട്ടീൻ്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ 17 വയസ്സുള്ളൊരു നല്ല മോള് മുടി പിടിച്ച് വലിച്ചിട്ട് അടുപ്പത്തിടും. അവളുടെ മുടി വലിച്ചിട്ട് ഇങ്ങനെ തീയിലിടും. ഇറ്റ്സ് എ ന്യൂറോട്ടിക് എന്നൊക്കെ പറയും സൈക്കോളജിസ്റ്റുകൾ. അതിൽ വരുന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ പലരെയും കാണിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലരെയും കാണിച്ച് അപ്പോൾ ഞാൻ ആ കുട്ടീനെ പ്രോസസ്സ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചൊരു സംഗതി രസകരമാണ്. പാരൻറ്റിങ്ങുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി 10 വയസ്സായ സമയത്ത് വീട്ടിൽ ഒരാൾ മുട്ടായി വിൽക്കാൻ ഒരാൾ വന്നു. നിങ്ങൾ ഈ വീട്ടിലൊക്കെ കുട്ടികളെ ഒറ്റക്കൊക്കെ ആക്കിയിട്ട് ബന്ധുക്കളുടെ അടുത്ത് നിന്നെല്ലാം പറഞ്ഞിട്ട് ആക്കിയിട്ട് പോകുമ്പോഴൊക്കെ അതിൽ ഡേഞ്ചറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് കല്യാണത്തിന് വിസമ്മതിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കുടുംബത്തിലുള്ള 2 പ്രായമുള്ളവർ, ഒരു പ്രായമുള്ള ആൾ, അതിനേക്കാളും പ്രായം കുറഞ്ഞവരും കുട്ടീനെ ബുദ്ധിമുട്ടിച്ചതിന് കൊണ്ടാണ് കല്യാണം വേണ്ടാന്ന് വെച്ചത്. അത് നമ്മൾ കുട്ടികളെ പലയിടത്തും ആക്കിയിട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും സെക്യൂർ ആയിടത്തുനിന്ന് പോലും ചിലപ്പോൾ എന്ത് വരാം. പിന്നെ നമ്മളെന്താ ചെയ്യുക? നിങ്ങൾ എന്നോട് ചോദിക്കും, എനിക്കതിന് ഉത്തരവൊന്നുമില്ല. നമ്മളൊരു എന്തെങ്കിലും കുഞ്ഞ് പോറലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വേഗം ക്ലീനാക്കിയേക്കണം. എൻ്റെ വിഷയം ഇതാണ്. ഇപ്പാൻ്റെ ഈ 10 വയസ്സിലുള്ള പ്രായം പുല്ലുമുട്ടായി അറിയില്ല നിങ്ങൾക്ക്, പഞ്ഞി പോലത്തെ വായിൽ അത് വിൽക്കാൻ വന്ന ഒരാൾ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിൻ്റെ കവിളത്ത് തൊട്ടിട്ട് പറഞ്ഞു നല്ല സുന്ദരി മോളാണെന്ന് പറഞ്ഞു. മദ്രസയിലൊക്കെ പോകുന്നൊരു കുഞ്ഞിനെ അത് ഇഷ്ടമായില്ല. ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ അയാൾ എൻ്റെ കവിളത്ത് തൊട്ടി അയാൾ ചീത്ത പറഞ്ഞു. ഞങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മമാരും അപ്പുറത്താണ്, ഞങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ സാധാരണ നമ്മളെന്താ കുട്ടീനോട് പറയാം? സാരമില്ല, അങ്ങനെ തന്നെ, സാരമില്ല മോളെ, അയാൾ പോയില്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കുട്ടി ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞത് ഏത് മൂഡിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വന്നിട്ട് പറഞ്ഞോണ്ട് ഉമ്മ എന്താ പറഞ്ഞത്? അത് സാരമില്ല. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിക്കും, ഞാനിവിടെ പറഞ്ഞത് ഇത്രയും സാരമായൊരു സംഗതി ഉമ്മക്ക് സാരമില്ല എന്നാ. ആഴ്ചക്ക് വരുന്ന ഉസ്താദായ വാപ്പാനെ കാത്തു നിന്നിട്ട് വാപ്പ വന്നപ്പോൾ തന്നെ കുട്ടിനോട് പറഞ്ഞേ അങ്ങനെ സംഭവിച്ചു. ഉപ്പി എന്ത് പറഞ്ഞു? സാരമില്ല കഴിഞ്ഞു.
അപ്പോൾ കുട്ടിക്ക് ഏറ്റവും സാരമായ ഒരു സംഗതിയെ നമ്മൾ നിസ്സാരമാക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിലൊരു പോറലുണ്ടായി. 10-ാം വയസ്സിൽ ഇത്രയും കാലം ആ പോറൽ വളർന്ന് വലുതായി ക്യാൻസർ പോലെ വന്നു. അയാളോട് പുച്ഛം തോന്നി, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നി, അയാളെ നശിപ്പിക്കാൻ വേണ്ടി തോന്നി. പാരൻറ്റിങ് വേർഷൻ പറയാം. എന്തായിരുന്നു ഉമ്മ പറയേണ്ടത്? ഉമ്മ പറയേണ്ടത്, അയ്യോ എൻ്റെ കുട്ടി പേടിച്ചു പോയോ, വേദനിച്ചു പോയോ, സാരമില്ല, എന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കണം. അയാൾ ഇമോഷനെ ഫീലിങ്ങിനെ ഏറ്റെടുത്തിട്ട് നമ്മളതിനെ ഹീൽ ചെയ്യണം. നമ്മളിതിലെ പോസ്റ്ററിൽ തന്നെ ഒരു വാക്കുണ്ട്, ഫീൽ, ഹീൽ, ആക്ടിവേറ്റ്. അതാണ് ഞാൻ അതിനെ ഉപയോഗിച്ചത്. നിങ്ങളതിനെ ഫീൽ ചെയ്യണം, എന്നിട്ട് ഹീൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രിൻ്റ് കുട്ടിൻ്റെ ഉള്ളിലവിടെ നിൽക്കും. വസ്വാസം അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഇടുന്ന ഉമ്മമാൻ്റെ അടുത്ത് കാണുന്ന വീട്ടിലാണ് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിനെ റീഇംപ്രിൻ്റ് ചെയ്തോണം. അത് കണ്ടിട്ട് നോക്കണ്ട കേട്ടോ, ശരിക്കും വേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനെ അത് ബാധിക്കും, അത് ബുദ്ധിമുട്ട്. നമ്മളുടെ ബേജാറ്, നമ്മളുടെ ഫ്രസ്ട്രേഷൻ, നമ്മളുടെ സമ്മർദ്ദം കുട്ടിക്ക് മുഴുവനായി പതിച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അപകടം വരാം. നിങ്ങൾക്കിനി ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്ന നേരത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻ. എൻ്റെ മോന് 8 വയസ്സായിട്ടുണ്ട്. ആള് 2nd ഗ്രേഡിലാണ്, സ്കൂളിലും മദ്രസിലും. എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടമാണ്. ആക്ടിവിറ്റീസ്, കളിക്കാൻ, ജോലികളിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ ഇരിക്കുമ്പം ഭയങ്കര മടി കാണിക്കുന്നു. ഇഷ്ടമുണ്ട് പഠിക്കാൻ, പക്ഷെ പഠിക്കുന്നത് അപ്പോഴേ മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ മടിയുണ്ട്. അനുസരണശീലം ഭയങ്കര കുറവാണ്. നമ്മളൊരു കാര്യത്തെ ഒരുപാട് തവണ പറയണമെങ്കിൽ അത് അനുസരിക്കുള്ളൂ. അപ്പോൾ നമുക്കും ദേഷ്യം വരും. അപ്പം നമ്മൾ തമ്മിൽ തെറ്റും. അങ്ങനെയാണ് പ്രശ്നം. അപ്പം അതെങ്ങനെയാണ് മാറ്റിയെടുക്കുക? എനിക്കൊന്നും കുട്ടീനെ മാറ്റുന്നതിനേക്കാളും പാരൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് സൂചനകൾ പറയാം. പിന്നെ അതായത് ഇങ്ങനത്തെ കുറേ കേസുകളുണ്ട്. ഈ കുട്ടി മിക്കവാറും ക്രിയേറ്റീവായ കുട്ടിയായിരിക്കും. മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ബ്രെയിൻ ആയിട്ടുള്ള കുട്ടിയായിരിക്കും. ബുക്ക് വായിക്കുക, പഠിക്കുക എന്നുള്ളതിലെല്ലാം ആൾക്ക് ഇഷ്ടം. അയാളുടെ ലോകം വേണമെങ്കിൽ ടെക്നോളജി, ചിത്രം വരയ്ക്കുക, അങ്ങനത്തെ ഒരു കളറുകൾ, അങ്ങനത്തെ ലോകത്താണെങ്കിൽ ഈ പഠിപ്പിനോട് അയാൾക്ക് വിരക്തി ഉണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിലും പഠിപ്പ് വായനയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഉമ്മ എന്തുകൊണ്ടാണ് കുട്ടിക്ക് ദേഷ്യം പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിൻ്റെ ഐഡൻറ്റിറ്റിയെ, കുട്ടിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നിടത്ത് ഉമ്മയും വാപ്പയും വിജയിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ? കുട്ടിക്ക് ആകെ ചെയ്യാനുള്ള അനുസരണക്കേട് കാണിച്ചിട്ട് രക്ഷപ്പെടില്ല. അനുസരണക്കേട് എന്ന് പറഞ്ഞൊരു സംഗതി, അതിന് ശരിക്കും അനുസരണക്കേടല്ല, അയാൾക്ക് നിങ്ങളുണ്ടാക്കുന്ന വട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. അപ്പം അതൊക്കെ നമ്മളൊന്നും കൂടി കളിയാണ് മെയിനായിട്ട്. ഫുൾ കളി, പഠിക്കാനുള്ളൊരു മടിയാണ്. ശേഷം കൂടിയിട്ട് അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അല്ല, എനിക്ക് ആ ഉമ്മ വർത്താനം പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മൂപ്പര് ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്തുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ കുട്ടീനെ കണ്ടാലൊക്കെ അല്ലേ പറയും, ഞാൻ ജനറലേ പറയുന്നുള്ളൂ. ആ കുട്ടീൻ്റെ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഉമ്മ അതിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ട് കറക്റ്റായാൽ മാത്രമേ ആ ഉമ്മാക്കും വാപ്പാക്കും കുട്ടിയെ പ്രോപ്പർ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ജനറലായി ക്വസ്റ്റ്യൻ അല്ല. തിരിച്ചു വന്നു. ഏജ്. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടിൽ കുട്ടീനെ ചേർക്കുന്ന കുട്ടിക്ക് ഇഷ്ടമായിരുന്നോ? നിങ്ങളെ ഇഷ്ടമായിരുന്നു? ഓക്കെ. ഇനി അടുത്ത കാര്യം കൂടി പറഞ്ഞോ. പറഞ്ഞോ. ഓക്കെ. പിന്നെ ഇതൊരു വേറൊരു ലോകമാണ് ഈ പാരൻറ്റിങ്ങിന്. എനിക്കത് ഇഷ്ടമാണ്. അപ്പം ഇതിന് ഞാനൊരു ഉത്തരം പറയാം. ഞാൻ ഈ ഒരു ഫിലോസഫിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൽ ഉത്തരമുണ്ട്. യെസ്, നോ. 1 തെറ്റാണേ.
നോ 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 യെസ് അതും തെറ്റാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഉമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരണം. എനിക്ക് എൻ്റെ മോളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് 3 പെൺമക്കളാണ്. ലാസ്റ്റ് കുട്ടി എന്നോട് പറഞ്ഞു വാപ്പ ഷൂ വാങ്ങി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്ക് അന്നേരം 8 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വാങ്ങിച്ച് തരില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്താ വാപ്പ അങ്ങനെ പറഞ്ഞു? അല്ല എന്തായാലും ഇപ്പം വാങ്ങിച്ച് തരില്ല പറഞ്ഞു. എൻ്റെ അടുത്ത് പൈസ ഇല്ലായിട്ടാ എന്താ വാങ്ങിച്ചു കൊടുക്കുക? ഞാൻ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞാൽ മോൾക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ ആ കുട്ടിക്ക് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞാൻ യെസ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു, യെസ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു, യെസ് വാങ്ങിച്ചു തരാൻ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നോ തരൂല പറഞ്ഞു. ഞാൻ മോശം പാരൻ്റാണേ. നോ വാങ്ങിച്ചു തരാൻ പറഞ്ഞു, നോ വാങ്ങിച്ചു തരാൻ, നോ വാങ്ങിച്ചു തരാൻ. പിന്നെ അയാൾ വാശി പിടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വാങ്ങിച്ചു കൊടുത്തു. ഞാൻ മോശം പാരൻ്റാണേ. എൻ്റെ പോയിൻ്റ് ഇതാണ്, ഇഫ് യു ഗിവിങ് എനിത്തിങ് ഗിവ് എൻ ഇൻഫർമേഷൻ കറക്റ്റ്. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുക. ഞാൻ നിനക്ക് തരുന്നത് ബിക്കോസ് ഓഫ് വൈ. കൊടുക്കുന്നില്ലെങ്കിലും കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക, ബിക്കോസ് ഓഫ് വൈ. ഇന്ന് ചോക്ലേറ്റും വാങ്ങിയിട്ട് പോകാം, എന്നിട്ട് പറയാം മോൾക്ക് ഞാൻ വാങ്ങിച്ചു തരുന്നത്, മോളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കും എല്ലാം വാങ്ങിച്ചു തരുന്നൊരു വാപ്പയാണെന്ന് നീ വിചാരിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ശീലമാവാനും പറ്റില്ല, ഞാൻ അതിലേക്ക് എത്തുകയും ചെയ്യില്ല. ഇന്ന് ഞാൻ വാങ്ങിച്ചു തരുന്നു, ഇതിനെ ഒരിക്കലും നാളെയും മറ്റന്നാളെയും ഇങ്ങനെ മിസ്യൂസുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. ഇങ്ങനെ കുട്ടിയൊരു ശീലമാക്കിയിട്ട് കൊണ്ട് നടക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു അപകടം ഇതാണ്. ഒന്നുകിൽ നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് മോശമാക്കും, അല്ലെങ്കിൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെയും മോശമാക്കും. നിങ്ങളെ കുട്ടിക്ക് സ്പെഷ്യൽ എൻ്റെ ഒരു കൺസേൺ ഞാൻ പറയാം. ഇനി നിങ്ങൾ ഉത്തരം പറയണ്ട, ആണോ അല്ലേ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ സംഭവിച്ച കാര്യത്തെ ഞാനൊരു സൈക്കോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു സംഗതി പറഞ്ഞുതരാം. നാട്ടിൽ അയക്കാൻ അയാൾക്ക് പോകുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഇഷ്ടമല്ലാത്തൊരു സംഗതി ഉമ്മയും ഉപ്പയും ചെയ്തുന്നു എന്ന് കാണുമ്പം, പ്രത്യേകിച്ച് 13 വയസ്സിൻ്റെ കുട്ടിൻ്റെ ഉള്ളിൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അയാൾ നാട്ടിൽ തിരിച്ചു വന്നതോടുകൂടി ഇനി കാണിക്കാൻ പോകുന്ന കുട്ടി ഇവിടെ ഇല്ലല്ലോ, ഇല്ലല്ലോ, ഉറപ്പം അങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ചോദ്യമെല്ലാം ചോദിക്കുന്ന ആൾ. കുട്ടി കാണിക്കാൻ പോകുന്ന പരിപാടി മിക്കവാറും എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രോങ് അറ്റൻഷൻ സീക്കിങ്. സ്ട്രോങ് അറ്റൻഷൻ സീക്കിങ്. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അറ്റൻഷൻ എന്തായാലും ഇനി അങ്ങോട്ട് എനിക്ക് എന്ത് കിട്ടണം, എനിക്ക് കിട്ടിക്കണം. ഇതിനു വേണ്ടി പല ഡ്രാമകളും കാണിക്കും. അതിപ്പോൾ തൽക്കാലം ചോക്ലേറ്റിൻ്റെ അവസ്ഥയിൽ വരുന്നതിൽ സമാധാനിച്ചിരുന്നു. അതുകൊണ്ട് കറക്റ്റ് യുവർ സെൽഫ്. അപ്പോൾ ചോദ്യങ്ങളെല്ലാം വലുതല്ലേ? ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ വായനാശീലം കൊണ്ടുവരാൻ ഏറ്റവും വേണ്ടി ഞാൻ പറഞ്ഞത് ഉമ്മയും ഉപ്പയും വായിക്കുന്നവരാകുക, അപ്പോൾ വായനാശീലം വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് ശീലം ഉണ്ടാക്കാനൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ടോക്കൺ എക്കണോമി. ഹലോ, ഈ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ ചില കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ വളരുന്ന കുട്ടികളിൽ ഏതെങ്കിലും തരത്തിൽ മോശമായി ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ഈ മാതാപിതാക്കൾ കുടുംബത്തിൽ പോകുന്നത് ഇവിടെ കൂടുതലുണ്ടല്ലോ. ഇവിടെ കൂടുതൽ എന്താ തങ്ങളെ ഇനീഷ് ഒന്നുമില്ലല്ലോ, നിങ്ങളെന്താ പറയുന്നത്? മാതാപിതാക്കൾ പ്രൊഫഷണലാകുന്ന വീട്ടിൽ ഇഷ്യൂ ഒന്നുമില്ല, പക്ഷേ അറ്റൻഷൻ കിട്ടാത്തൊരു വിഷയം വരും. കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ഏത് സാഹചര്യത്തിൽ വളരുന്നു അതിൻ്റെ റിയാലിറ്റി കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഒന്നും കൂടി കുട്ടി റെസ്പോൺസിബിളാക്കി വളർത്താൻ നല്ലോണം സാധ്യതയുണ്ട്. അത് നിങ്ങൾ അതിനനുസരിച്ചൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിൽ ബാലൻസ് തെറ്റുകയും ചെയ്യും. അത് ഞാനൊരു ഫാമിലി ക്ലാസ്സിലൊക്കെ സാധാരണ പറയാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാനെന്തോ ഒന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ കയറി വന്നത്. മറ്റേ അതിന് മുമ്പ് ഞാനെന്തോ ഒരു വിഷയത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് വാസ് ഇറ്റ്? വായന. നിങ്ങൾക്ക് എന്തും ശീലമാക്കാനുള്ള കുറേ സൂത്രങ്ങളിലൊന്ന് ടോക്കൺ എക്കണോമിയാണ്. അത് ടോക്കൺ എക്കണോമി ടീച്ചേഴ്സൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. വായിക്കൂ എന്ന് പറഞ്ഞാൽ വായിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ ഒരു പണി ചെയ്യാം. മോനെ 20 മിനിറ്റ് വായിച്ചാൽ നിനക്ക് ഞാനൊരു ടോക്കൺ തരും. ഗിഫ്റ്റല്ല, ഗിഫ്റ്റാകുമ്പോൾ വലിയ പൈസ പോകും. അതുകൊണ്ടാണ് ടോക്കൺ എക്കണോമി എന്ന് വിളിക്കുന്നത്. ഒരു ടോക്കൺ കള്ളാസ് മുറിച്ച് കൊടുക്കും. എന്നിട്ട് അവനോട് പറയാം 10 ടോക്കൺ ആയാൽ അത് നമ്മൾ മണിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആൾക്ക് 10 ടോക്കൺ കിട്ടണമെങ്കിൽ ആൾ എത്ര 20 പ്രാവശ്യം വായിക്കണം? എത്ര 20 മിനിറ്റ് വായിക്കണം? 10-20 മിനിറ്റ്. അറിയാതെ ഈ സമ്മാനത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഈ പൈസൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തും നിരന്തരമായി ചെയ്യുന്നത് ഒരു ശീലമായി മാറും. അല്ലാണ്ട് ഡയറക്റ്റ് നിങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നതൊന്നും വർക്കൗട്ട് ആവില്ല. ഈ പരിപാടി 10 വയസ്സ് വരെ വർക്കൗട്ട് ആവുള്ളൂ. 10-ന് മേലെയുള്ള പിള്ളേർ ഇതിൻ്റെ സൂത്രം കണ്ടുപിടിക്കും. ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇവൻ്റെ അടുത്തൊന്നും ഒന്നും വർക്കൗട്ട് ആവില്ല. എൻ്റെ ലൈഫിൽ ഞാൻ
ഞാൻ നല്ലൊരു പാരൻ്റ് ആകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിലെ പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ മക്കളിത് കേൾക്കും, അവൾക്കറിയാം. എൻ്റെ എല്ലാ കുട്ടികളും 8, 8, 8 എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സ് സീരീസിൻ്റെ വ്യത്യാസമുണ്ട്. മനസ്സിലായിട്ടില്ല. മൂത്ത കുട്ടി ഇപ്പോൾ UK അയാളുടെ വയസ്സ് 27. രണ്ടാമത്തെ കുട്ടി ചെന്നൈ IIT പഠിക്കുന്നു, അയാൾ 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ 11 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. എല്ലാം 8ൻ്റെ സീരീസാണ്. 8ൻ്റെ സീരീസിലുള്ള വ്യത്യാസത്തിൻ്റെ പ്രശ്നം അങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്തോ ഓരോ ഉള്ളിൽ വെച്ചിട്ടാണ്. വ്യത്യാസത്തിൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടും. ഇതിലേറ്റവും അധികം പ്രോബ്ലം ആവാൻ ചാൻസ് ഉള്ള കുട്ടി ഏതാണ്? മിഡിലാണ്. പക്ഷേ മിഡിലാണ് എൻ്റെ ഏറ്റവും നല്ല മെച്ചുവറായ കുട്ടി. മെച്ചുവറാവാനും അവർ കുട്ടീനെ സാൻഡ്വിച്ച് ചൈൽഡ് എന്നാണ് വിളിക്കുക. 2 റൊട്ടിൻ്റെ ഇടയിൽ മസാല വെച്ച പോലെയാണ് അവരുടെ അവസ്ഥ. പക്ഷേ ആ കുട്ടിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല പ്രൊഫൈലുള്ള കുട്ടി. ഇപ്പം ഞാൻ പറയാൻ പോയൊരു വിഷയം ഇതായിരുന്നു പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഈ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ എക്സ്പീരിയൻസിൽ ഒരൊറ്റ പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ വരുമ്പോഴും നിങ്ങളുടെ ഇമോഷണൽ സൈഡിനെ നിങ്ങൾ അപ്പട് കുട്ടിക്ക് കൊടുക്കരുത്. നിങ്ങൾ ശരിയാന്ന് വിശ്വസിച്ചതിനെ പോലെ നിങ്ങൾ അപ്പട് കൊടുക്കരുത്. അത് റോങ് പാരൻറ്റിങ്ങാണ്. തലശ്ശേരിയിൽ മുബാറക്ക് സ്കൂൾ എന്നൊരു സ്കൂളുണ്ടല്ലോ, അറിയുന്നവരുണ്ടാവില്ലേ? തലശ്ശേരിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു മുബാറക്ക് സ്കൂൾ. അവിടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു 10 വർഷം മുമ്പ് ഒരു കഥാപ്രസംഗ മത്സരത്തിൽ അവൾ പങ്കെടുക്കാൻ പോവുകയാണ്. ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയേ പറ്റുള്ളൂ. ഇപ്രാവശ്യം 10ാം ക്ലാസ്സാണ്. ഞാൻ തന്നെ എഴുതി കൊടുത്ത കഥാപ്രസംഗമാണ്. സദസ്സിൽ ഞാനും ഉണ്ട്, അറബിയാണ്, ഞാനും ഉണ്ട്, ഉമ്മയുണ്ട്. ഇനിയാണ് രംഗം. നിങ്ങൾ എല്ലാവരും നിങ്ങളെ കുട്ടികൾ വലുതാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാനും ഇതിൽ ഫസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കും, ഉമ്മ ആഗ്രഹിക്കും. സ്റ്റേജിലേക്ക് അവളെ കോഡ് നമ്പർ വിളിക്കാൻ നേരത്ത്, ഇനി അവളെ കോഡ് നമ്പറാണ് വിളിക്കേണ്ട, ഒരു 2 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ സൈക്കോളജിയും തകരുന്ന സമയമാണ്. ഇനി വൈഫ് എൻ്റെ മുഖത്ത് നോക്കി, എന്തിനാ നോക്കുന്നറിയോ? നിങ്ങളെന്താ നടപ്പിൽ വരുത്തുന്നതെന്ന് അറിയാലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇത്. അപ്പം ഞാനൊരു ശരാശരി പാരൻ്റ് ആണെങ്കിൽ ഞാനെന്താ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ്? മോളെ ഓർമ്മിക്കൂ, ജയിക്കണം എന്നല്ലേ പറയാ. അതാണ് പറഞ്ഞത്, സിറ്റുവേഷൻ അങ്ങ് മാറ്റി വെക്കണം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പിടിച്ചു, ഒരു പ്രേമം പിടിച്ചു, ഒരു ഡിജിറ്റൽ അഡിക്ഷൻ പിടിച്ചു, ഒരു കഞ്ചാവ് പിടിച്ചു, അപ്പം തന്നെ നിങ്ങളുടെ എല്ലാ വയലൻസും പുറത്തെടുക്കരുത്, നിങ്ങളുടെ ഇമോഷനും പുറത്തെടുക്കും. ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ ഇറങ്ങ്, നമുക്ക് മുറ്റത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറയും, നിങ്ങളുടെ ഇപ്പം മുറ്റത്ത് കൂട്ടി പോകുന്നു. അവരങ്ങനല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ആ മുബാറക്ക് സ്കൂളിൻ്റെ മുറ്റത്തൂടെ ആ കുട്ടീനെ ഓടിപ്പിച്ചു 4-5 പ്രാവശ്യം. ഒറ്റ ഓട്ടം ഓടി. എന്താ ഞാൻ ഓടിക്കുന്നത്? ഫിസിയോളജി മാറുമ്പം ബ്രെയിൻ മാറും, മനസ്സ് മാറും, എനിക്കറിയാം. അതിൻ്റെ അപ്പുറത്ത് ഒഴിഞ്ഞ ക്ലാസ്സിൽ ആളെ കൊണ്ട് ഇരുത്തിയിട്ട് കണ്ണടച്ചിട്ട് ഞാൻ ആളെ കൊണ്ട് പറയിപ്പിച്ചു. സ്റ്റേജ് ഞാൻ കീഴടക്കാൻ പോകുന്നു 3 പ്രാവശ്യം. കൂട്ടിപ്പോയിട്ട് അപ്പോഴത്തേക്ക് കോഡ് മെമ്പർ വിളിച്ച് കാത്ത് നേരെ സ്റ്റേജിലും കയറി. കാകർപ്പം പരിപാടി. ഫസ്റ്റ് കിട്ടി. ആലപ്പുഴയിൽ പോയിട്ട് സ്റ്റേറ്റിലും പോയിട്ട് 2ാം സ്ഥാനം കിട്ടി. എങ്ങനെയാണ് അത് സാധിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയല്ല, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വരുമ്പോഴും നിങ്ങളുടെ ഇമോഷൻ വെച്ചിട്ട് നിങ്ങൾ പരിഹരിക്കാൻ നോക്കരുത്. ചിലത് ഉമ്മയും വാപ്പയും പറഞ്ഞു, ആയിക്കോട്ടെ, കത്ത് പിടിച്ചിട്ടുണ്ട്, കള്ളത്തരം പിടിച്ചിട്ടുണ്ട്, ഒരു പണിയാണ്, നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ഇൻഷാ അല്ലാഹ് സ്കൂളൊക്കെ പോയി വന്നിട്ട് സംസാരിക്കാം. ചില സംഗതി അതായിരിക്കും നല്ലത്. ചില വീട് അന്ന് മരിച്ച വീട് പോലെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സംഗതികളും ധൃതി പിടിച്ച് ചെയ്യല്ല. ടേക്ക് ടൈം, റിലാക്സ്. ഏറ്റവും പറ്റിയ ആളുകളെ ആരെങ്കിലും, ചിലപ്പോൾ ഒരു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഉപദേശകനെയോ ഒക്കെ അഭിപ്രായവും കൂടി ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരം ഘട്ടത്തിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിഹോ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം. വാട്ട് യു ഫീൽ? ആർ യു ഹാപ്പി? യെസ് ഓർ നോ? എല്ലാ ക്വസ്റ്റ്യനും ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. സമ്മതിക്കണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ. സമയമുണ്ടോ? 10 മിനിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് എന്താ പറയുന്നതിന്? ശരി. എൻ്റെ കുട്ടീൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ 8 വയസ്സുള്ള കുട്ടി പെൺകുട്ടിയല്ലേ? ആണോ? ആണാണോ? വീണ്ടും ആൺകുട്ടിയാണ്. താഴെയുള്ളതോ? 6 വയസ്സുള്ളതോ? 6 വയസ്സുള്ളത് പെൺകുട്ടി, ചെറിയ ആള് പെൺകുട്ടി. ഓക്കെ, ബാക്കി 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് മുടി ഇവിടെ ചെയ്യുന്ന ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഉമ്മാരുള്ള അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് കൂട്ടിയിട്ട് ആ വീട്ടിലെ സ്പേസ് മുഴുവൻ എടുത്തിട്ട് അവിടുത്തെ ഒരു റോളാക്കി രാജാവാക്കി മാറുക എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ കാര്യമാണ് നടക്കുന്നത്. നിങ്ങൾ ഏതു വിഷയത്തിൽ നിങ്ങൾ പ്രഷർ കൊടുക്കുന്നുവോ അതിൽ ഇത്തരം ഘട്ടത്തിൽ കുട്ടി സ്റ്റിക്ക് ഓൺ ചെയ്യും. റൈറ്റ്? പ്രഷർ അങ്ങനെയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റിക്ക് ഓൺ ചെയ്യും. അതേസമയം ഏത് വിഷയത്തിൽ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുവോ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും. ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മോനെ
കുട്ടിക്ക് പ്രായമാകുമ്പോൾ ഉമ്മമാരടുത്തുനിന്നും വാപ്പമാരടുത്തുനിന്നും മാറിക്കിടക്കുകയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കുട്ടി ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഉമ്മാൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട്. എനിക്കറിയാം കുറച്ച് കഴിയുമ്പം കുട്ടി മാറിക്കിടക്കും. ഇൻഫർമേഷൻ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഏജ് കഴിയുമ്പം കുട്ടി തന്നെ എന്ത് ചെയ്യും, മാറിക്കിടക്കും. അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, നല്ല ഗൈഡൻസ് കൊടുക്കുക. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു നോക്കുന്നത് നല്ലതാണ്. 8 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിൻ്റെ ലീഡർഷിപ്പ് റോള് 10 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുക. ഉദാഹരണം, ടോയ്സ് സെലക്ട് ചെയ്യുന്നിടത്ത്, ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നിടത്ത്, അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത്, മാർക്കിട്ട് കൊടുക്കുന്നിടത്തൊക്കെ ഇയാൾക്ക് റോള് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഉമ്മ ഇപ്പുറത്തൂട്ട പറയുന്ന കാര്യങ്ങൾ ഉമ്മക്ക് സാധിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഇതൊരു സൈക്കോളജിക്കലി ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട് പ്രഷർ കൊടുത്തിട്ട് മാറ്റാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. കുറച്ച് സമയമെടുക്കുമ്പം, പലതും സമയമെടുക്കുമ്പം മാറുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഹസൻ, വേറെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ? സർ, എൻ്റെ മോന് 7 ഇയേഴ്സായി. ഭയങ്കര പേടിയാണ് സർ. ഇവൻ ബാത്റൂമിൽ പോലും ഷവറിന് നോക്കിയാൽ പേടി. ബാത്റൂമിൽ കിടക്കില്ല. ഇപ്പോഴും 8 ഇയേഴ്സ് ആവാനായി. ഇപ്പോഴും ഞാൻ പോകണം, ഞാൻ കുളിപ്പിക്കണം. നോ സർ, ഐ ഹാവ് വൺ സെക്കൻഡ് വൺ ഓൾസോ. ഇവൻ സെക്കൻഡ് വണ്ണും ഇവനെ പോലെ തന്നെ ഭയങ്കര പേടിയാണ്. രണ്ടുപേരും ബാത്റൂം പേടിയാണ്. ബാത്റൂം എത്തിയാൽ അവർ പേടിക്കും. ഹൈറ്റ്സും പേടിയാണ്. പ്ലേ ഏരിയയിൽ അങ്ങനെ സ്വിങ്സിലും എന്തിനും കയറില്ല. രണ്ടുപേരും ഭയങ്കര പേടിയാണ്. ഞാൻ ഈ ഫോണിൽ നിങ്ങൾ മറുപടി പറയണ്ട. ഇനി ഞാൻ സംസാരിക്കുന്നതിന് നിങ്ങൾ മൈക്കിൽ മറുപടി പറയണ്ട. മദർ പ്ലീസ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ വോയിസിൽ തന്നെ ഒരു പേടിയുണ്ട്. ആണോ? ആണോ? മേ ബി ദാറ്റ് സെൻറ്റിമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ ഈസ് ദ ഇഷ്യൂ. പല ഉമ്മമാർ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗർഭപാത്രത്തിൽ തന്നെ നമ്മൾ പറയില്ലേ, കുട്ടീൻ്റെ ഫസ്റ്റ് നമ്മളെ കുട്ടികൾ 4 റിഗ്ബണ്ണായിട്ട് പറയും, 4 ജന്മമുണ്ട് കുട്ടികൾക്ക്. ഒന്നാമത്തെ ജന്മം എന്ന് പറയുന്നത് എംബ്രിയോളജിക്കൽ ബർത്താണ്. ഗർഭപാത്രത്തിൻ്റെ അകത്ത് തന്നെ കുട്ടി ജനിക്കുകയാണെന്ന് പറഞ്ഞവരുണ്ട്. ഉമ്മാൻ്റെ ഇമോഷൻസ് കംപ്ലീറ്റ് കോപ്പി അടിച്ചിട്ടായിരിക്കും ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ടാവുക. വർത്തമാനത്തിലും വരും. ഏതോ ഒരു ചെറിയ സമയത്ത് ഉമ്മ പേടിക്കല്ലേ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്കൊണ്ട് ടോണിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കൊന്ന് ഉമ്മയുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നത് സെൻറ്റിമെൻ്റലാണെങ്കിൽ, ഹൈലി ഇമോഷണലാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അറിയാതെ അത് കോപ്പി ചെയ്യും. എനിക്കൊന്ന് നിങ്ങൾക്കൊരു സ്ട്രെസ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആ ഉമ്മാനെ അപ്പുറന്നിപ്പുറത്തുള്ള ബാക്കിയുള്ളവർ നോക്കും, ഞാൻ വേണ്ടാത്ത ഓരോ പണിയെടുക്കണം. അങ്ങനത്തെ ഉമ്മമാർക്ക് നല്ലൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെയാണ് കിട്ടേണ്ടത്. ഞാനതിന് മൈൻഡ് യുവർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉമ്മമാർക്ക് മാത്രം വികസിപ്പിച്ചെടുത്ത നല്ല ട്രെയിനിങ് സെഷനുകൾ ചെയ്യാറുണ്ട് ഈ സ്ട്രെസ്സുകളെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിഹൗ നിങ്ങൾ നല്ല ചോദ്യം ചോദിച്ചു. ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്കത് അങ്ങനെയാണ് തോന്നിയോണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് വിചാരിച്ചാൽ മതി, എന്നെ ഫോൺ വിളിച്ച് പറയുന്നു വേണ്ട. എനിഹൗ ഇസ് എ ഗുഡ് ഡേ. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ക്വസ്റ്റ്യനൊന്നുമില്ലല്ലോ. ഒറ്റ കാര്യം, പലതിനെയും ഉണ്ടല്ലോ കാലം മായ്ച്ച് കളയും. ചില പ്രശ്നങ്ങൾ 5-ാം വയസ്സിലുണ്ടെങ്കിൽ 6, 7 കുറച്ച് കാത്ത് ചിലതൊക്കെ. അപ്പോൾ അതിന് ലോകത്തിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞാൻ. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇന്ന് 2 സെഷൻ ചെയ്തു. രാവിലെ നേരത്തെ കുട്ടിയൊക്കെ ചെയ്തു, നിങ്ങൾക്ക് സെഷൻ ചെയ്തു. ഞാൻ ഉടനീളം 2 മൈക്ക് ഉപയോഗിച്ച് നിങ്ങളെ മുന്നിൽ നിന്നു. എനിക്കൊരു പ്രോബ്ലമില്ല. നമ്മൾ എത്ര ആളുകൾ കൂടിയാലും നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യുന്നു. എന്നാൽ എൻ്റെ കഥ കേൾക്കണം. 3-4 വയസ്സുള്ള സമയത്ത് എനിക്ക് ഏറ്റവും പേടി മൈക്കായിരുന്നു. വീട്ടിൽ തൊട്ടടുത്താണ് പള്ളി. ആ പള്ളി സ്രാമ്പി വളപ്പിലാണ് ഞാൻ SV എന്നുള്ള ഇനീഷ്യൽ വരാൻ കാരണം. അപ്പം മൈക്ക് പള്ളി കൊണ്ടേച്ച് ഒച്ചയിട്ടാൽ ഞാൻ വാപ്പാനെ കെട്ടിപ്പിടിച്ച് പത്തായത്തിൻ്റെ മേലെ കിടക്കും. പത്തായം അറിയില്ലേ? വാപ്പ എന്നെ ചേർത്ത് പിടിച്ച് കിടന്നു. അല്ലാഹു മഗ്ഫിർലഹു, മരിച്ചു. അങ്ങനത്തെ എനിക്കിപ്പം നമ്മൾ മൈക്കിനെ കൊണ്ട് പല്ല് കേൾക്കുന്ന പോലെ നിങ്ങൾ നോക്കിയേ. അതെങ്ങനെയാണ്? ഒരു ട്രീറ്റ്മെൻറ്റിനും പോയിട്ടില്ല. അത് ചിലതൊക്കെ കാലം തന്നെ എന്ത് ചെയ്ത് കളയും, വളർച്ചാ ഘട്ടത്തിനനുസരിച്ച്. പിന്നെ അന്നത്തെ പാരൻറ്റിങ് അങ്ങനെയാണല്ലോ. എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിർലഹു, 1.5 വർഷം ഇവിടെ എൻ്റെ എല്ലാമായിരുന്നു. ഉമ്മാനെ പറഞ്ഞാൽ തന്നെ എനിക്കൊരു പാരൻറ്റിങ് സെഷൻ ചെയ്യാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പൊട്ടിക്കാതിരുന്നതാണ്. എനിക്ക് വല്ലാണ്ട് സങ്കടങ്ങൾ വരും. പക്ഷെ എൻ്റെ ഉമ്മ എന്നോടൊരു സംഗതി പറഞ്ഞത് അത്ഭുതകരമായൊരു പാരൻറ്റിങ്ങിൻ്റെ കാര്യമായിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ നിനക്ക് ഇന്ന ഗർഭം, നീ 2 കാര്യങ്ങളാണ്, 2 സത്യങ്ങൾ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് എഴുത്തും വായനയും അറിയാത്ത ഉമ്മ എന്നോട് സംസാരിച്ചത്. ഉമ്മ പറഞ്ഞു, മോനെ, 1, നീ ജനിച്ചത്
ഒരു ഷവ്വാൽ അല്ല ഷാബാൻ്റെ അവസാനമാണ്. ഇറ്റ് മീൻസ് എൻ്റെ ഒരു നോമ്പ് നീ കൊളാക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ സത്യം വലിയൊരു സത്യമായിരുന്നു. എന്നോട് പറഞ്ഞു, നിൻ്റെ വാപ്പ എനിക്ക് പ്രസവത്തിന് വേദന വന്നപ്പോൾ പേറ്റിച്ചിനെ അന്വേഷിച്ചിട്ട് പലയിടത്തും ചൂട്ട് കത്തിച്ചിട്ട് പോയിട്ട് ഒരിടത്ത് പോയി കിട്ടിയില്ല, രണ്ടാമിടത്ത് നടന്നു പോയി കിട്ടിയില്ല. രാത്രി എവിടുന്നോ ഒരാളെ കൂട്ടി വരുമ്പോഴത്തേക്ക് മോനെ നീ പായയിലെത്തിയെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയോ, ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയൊക്കെയാണ് ഒറ്റയ്ക്ക് എത്തുന്നത് അങ്ങനെ പോകുന്നു. ഞാൻ രാവിലെ വണ്ടിയെടുത്ത് ചിലപ്പോൾ അവിടെ പോയി ഇവിടെ പോയി. അപ്പം ഞാനിപ്പോഴും അതിൻ്റെ ഒരു ആവേശത്തിലാണ്. നിങ്ങളെ കുട്ടികളെ പ്രസവിക്കുന്നത് മുതൽ ദുർബലരാക്കി മാറ്റുന്നുവോ അവരുടെ ഉള്ളിലെ ലീഡർഷിപ്പ്. ഞാനിതാ ഒരു പേറ്റിച്ചിൻ്റെ സഹായം കൂടി ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനിന്ന് കാലത്തുനിന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് 2 സെഷനുകൾ ചെയ്തു. ഇറ്റ് മീൻസ് കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണം, കുട്ടികൾക്ക് റോളുകൾ കൊടുക്കണം, കുട്ടികളെ ചെറുതാക്കരുത്. പക്ഷിയുടെ കുഞ്ഞെണീറ്റ് നിന്ന് ഇത്രയും ശക്തമായി ഓടുന്ന കാലതിനുള്ളത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അമ്മയുടെ പാരൻറ്റിങ്ങാണ്. എന്താ അമ്മയുടെ പാരൻറ്റിങ്? അത് മെല്ലെ എണീറ്റ് നിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനെ തള്ളി താഴെയിടും. പിന്നെ അത് ഇനി എണീറ്റ് നിൽക്കാൻ നോക്കുമ്പോൾ പിന്നെ അതിനെ തള്ളി താഴെയിടും. എന്തിനാ? അതിൻ്റെ കാലിന് ശക്തി കൊടുക്കാൻ. അതുകൊണ്ട് വീണെടുത്തുനിന്ന് കുട്ടി തന്നെ എണീറ്റ് നിൽക്കട്ടെ, അവർക്ക് റിയാലിറ്റികൾ ഫേസ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പുതിയ കാലത്തെ കുട്ടികളെ ഏറ്റെടുത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് പിള്ളേരെ എല്ലാം ഇങ്ങനെ പുഷ്പത്തിലെ നമ്മളെ നഴ്സറി പൂക്കളെ വളർത്തുന്നത് പോലെ ഒന്നും വളർത്തണ്ട. കുറച്ച് പെയിൻ അവർക്ക് കിട്ടണം, കുറച്ച് കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കുകയും വേണം, കുറച്ച് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അവരുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. എല്ലാവിധ ആശംസകളും. ഒരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ആ കഥ ഉമ്മാക്കും കൂടി ഉള്ളതാണ്. പിന്നെ ഉത്സവപ്പറമ്പിലൂട്ട ഒരാൾ, അയ്യോ സമയമായതിൻ്റെ ലക്ഷണമാണ് ഈ ബസ്സിൽ. ഉത്സവപ്പറമ്പിലൂട്ട ഒരാളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പം കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. കുട്ടി ഐസ്ക്രീം കഴിച്ച് തിന്നിട്ട് അപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ അയാൾ മാധവ അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ടോയ്സിന് ചോദിച്ചു, ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു. ടോയ്സ് വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കരഞ്ഞപ്പോൾ ഇയാൾ മാധവ അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടി പിന്നെ വേറൊരു കളി ഉപകരണത്തിന് ചോദിച്ചു, അത് വാങ്ങിച്ചു കൊടുത്തു. കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ മാധവ അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. പിന്നെ വലിയ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു, നമ്മൾ 70 ദിർഹംസിൻ്റെ. അപ്പോഴും അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ മാധവ അടങ്ങ് മാധവ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രായമുള്ള ഒരാളെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ മാധവ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതല്ല പാരൻറ്റിങ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, മാധവൻ എന്നുള്ള പേര് കുട്ടിൻ്റെ പേരല്ല, എൻ്റെ പേരാണ്. ഞാൻ എന്നോട് തന്നെയാണ് അടങ്ങി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, കുട്ടികളുടെ പെരുമാറ്റം കാണിട്ട് നിങ്ങൾ വെപ്രാളം കുഴപ്പമൊക്കെ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് മാധവ എന്നോ മാധവി എന്നോ അവരവരെ വിളിച്ച് സമാധാനിപ്പിച്ച് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നേരത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.